നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം ഈ വൈകുന്നേര സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. TBFൻ്റെ ബൈബിൾ ക്ലാസ് ഇന്ന് ഈ നിലയിൽ കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ ബഹുമാനപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ പാട്ടുപാടുവാൻ വേണ്ടി കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ നിതിൻ, സുവിശേഷകൻ നിതിൻ, അതുപോലെ തന്നെ ഇന്നും ബൈബിൾ ക്ലാസ് കഴിഞ്ഞ ആഴ്ചയുടെ തുടർമാനമായിട്ട് നാം അറിഞ്ഞതുപോലെ എടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ വർഗീസ് ജോൺ സാർ. പ്രിയപ്പെട്ടവരെ വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. മറ്റെല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മുടെ യോഗം ആരംഭിക്കാം. കിളിമാനൂർ സഭയിലെ സുവിശേഷകൻ സാംജി അവറുകൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ യോഗം ആരംഭിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സായം സന്ധ്യയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിൽ കർത്താവിൻ്റെ മക്കളായ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധാനത്തിൽ കൂടി വരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിന് എല്ലാ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ ഒരിക്കൽ കൂടി കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ സാവകാശങ്ങൾക്കുമായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, TBF ഒരുക്കിയ ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് കർത്താവെ ഞങ്ങൾക്ക് വീണ്ടും കടന്നു വരുവാനും കർത്താവെ ദൈവവചനം കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളൊക്കെ കേട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഒരിക്കൽ കൂടി കർത്താവ് അവസരം നൽകിയിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്ന കർത്താവിൻ്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം അങ്ങയുടെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് സന്ദേശം നൽകുന്ന കർത്താവിൻ്റെ ദാസനെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ആഴ്ചയിൽ ഏലിയാവിൻ്റെ ജീവിതത്തിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ധ്യാന ചിന്തകൾ, ആത്മീകമായിട്ടുള്ള പാഠങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനും കർത്താവ് ഇടയാക്കിയല്ലോ. ഇന്നും അതിശക്തമായി കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവം ഞങ്ങളോട് സംസാരിക്കണം. അത് ഞങ്ങളുടെ ജീവിതത്തിന് വലിയ രൂപാന്തരത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെങ്കിലും കടന്നു വരുവാൻ ആഗ്രഹിക്കുകയും വഴിമതിയായിരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെയും തക്ക സമയത്ത് തന്നെ കൂട്ടിച്ചേർക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, ആദ്യോടന്തം ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഉണ്ടാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് നമുക്ക് രണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗാനങ്ങൾ പാടി കേൾക്കാം. വട്ടപ്പാറ സഭയിൽ നിന്നും കടന്നു വന്ന സുവിശേഷകൻ നിതിൻ സഹോദരൻ നമുക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നതായിരിക്കും. നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന, അവൻ എത്ര ശ്രേഷ്ഠനാണ്, സർവാധികാരിയാണ്, ഈ കാണുന്നതും കാണപ്പെടാത്തതുമായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനുമാണ് എന്ന ആശയം വരുന്നൊരു ഗാനം ഇപ്പോൾ നമുക്ക് പാടിക്കേൾക്കാം. അതിനായിട്ട് പ്രിയ നിതിൻ സഹോദരനെ ക്ഷണിച്ചുകൊള്ളുന്നു. അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശനോ, അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശന്, ഇഹലോകമതിൽ മനുജ മകനായി വന്നവനു സകലാധികാരമുള്ള മനുവേലന് ജയമംഗളം, നിത്യശുഭമംഗളം, ജയമംഗളം, നിത്യശുഭമംഗളം. അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശനോ, കാഹളങ്ങൾ ധ്വനിച്ചിടവേ മേഘാഗ്നി ജ്വലിച്ചിടവേ വേഗമൊടു ദൂതഗണം പാഞ്ഞു വരവേ, കാഹളങ്ങൾ ധ്വനിച്ചിടവേ മേഘാഗ്നി ജ്വലിച്ചിടവേ വേഗമൊടു ദൂതഗണം പാഞ്ഞു വരവേ, ലോകാവസാനമതിൽ മേഘങ്ങളിൽ ഓടി സൂര്യനെ പോലെ വരുമനുവേളന്, സൂര്യനെ പോലെ വരുമനുവേളന്, അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശനോ,
പരമസുതരായോർക്കു പാരിടമടക്കിയും പരമശാലേം പുരി പാരിതിലിറക്കിയും പരമസുതരായോർക്കു പാരിടമടക്കിയും പരമശാലേം പുരി പാരിതിലിറക്കിയും പരമസന്തോഷങ്ങൾ പാരിതിൽ വരുത്തിയും പരിചോടു വാഴുന്ന മനുവേലന് പരിചോടു വാഴുന്ന മനുവേലന് അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശന് ഇഹലോകമതിൽ മനുജ മകനായി വന്നവന് സകലാധികാരമുള്ള മനുവേലന് ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം. നാം പാടിക്കേട്ടതുപോലെ നമ്മുടെ കർത്താവ് സർവരാലും സ്തുതിക്കപ്പെടുവാൻ മഹത്വപ്പെടുവാൻ യോഗ്യനായ ശ്രേഷ്ഠനാണല്ലോ. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കിങ്ങനെ സന്തോഷത്തോടുകൂടി ആയിരിക്കാൻ ഇടയാക്കുന്നതോർത്ത് ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. ഒരു ഗാനം കൂടെ നമുക്ക് പാടിക്കേൾക്കാം. നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളെങ്കിലും നാം ഒറ്റയ്ക്കാണെന്ന് ഒരു പക്ഷേ തോന്നാറുണ്ട്. എൻ്റെ കൂടെ ആരുമില്ലല്ലോ, എൻ്റെ വേദനയും വിഷമവും മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്ന് നാം ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്. എന്നാൽ പാട്ടുകാരൻ പറയുകയാണ്, അങ്ങനെയല്ല, എൻ്റെ പ്രിയൻ എൻ്റെ വലങ്കരം പിടിച്ച് എന്നെ നടത്തുന്നവനാണ്. ഈ ആശയം വരുന്നൊരു ഗാനം കൂടെ നമുക്കിപ്പോൾ പാടിക്കേൾക്കാം. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് വീണ്ടും പാടിക്കേൾക്കാം. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനാൻ. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടത അനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. മുമ്പിൽ ചെങ്കടലാർ തീരച്ചാലെതിരായി പിൻപിൽ വൻവൈരി പിൻഗമിച്ച ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടത അനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ.
കേരിത്തു തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയൻ വരവു നിന്നിടിലും സാരെഫാത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊല്ലും. സാരെഫാത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊല്ലും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടത അനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാവൻ നടത്തിടും അന്ത്യം വരെ. കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാവൻ നടത്തിടും അന്ത്യം വരെ. മണ്ണോടു മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു വന്നിടുമ്പോൾ എന്നെ ഉയർപ്പിക്കും വിൺശരീരത്തോടെ കൈക്കൊള്ളുമേഴയെ മഹത്വത്തിൽ. എന്നെ ഉയർപ്പിക്കും വിൺശരീരത്തോടെ കൈക്കൊള്ളുമേഴയെ മഹത്വത്തിൽ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടത അനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാകൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാകൻ നടത്തിടും അന്ത്യം വരെ. നാം പാടിക്കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമ്മെ പോറ്റുവാൻ കാക്കുവാൻ മതിയായ ഒരു കർത്താവാണല്ലോ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഈ കർത്താവിൽ കൂടുതൽ ശരണപ്പെടാം, ആശ്രയിക്കാം, അവന് വേണ്ടി ജീവിക്കാം. പ്രിയ നിതിൻ സോദരന് ദൈവം കൊടുത്തിരിക്കുന്ന വ്യത്യസ്തമായ കഴിവിനും താലന്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും വേണ്ടി അത് പ്രയോജനപ്പെടുത്തുവാൻ ദൈവം തന്നെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നാം കഴിഞ്ഞ ആഴ്ച കേട്ട വിഷയത്തിൻ്റെ തുടർമാനമായിട്ടുള്ള അവസാനത്തെ ഭാഗം എന്ന് കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. ഏലിയാവിൻ്റെ ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി ആമുഖമായ ആത്മീയ കാര്യങ്ങൾ നാം കേൾക്കാനിടയായി തീർന്നു. ഇന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. വചന ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി വെഞ്ഞാറമൂട് സഭയിലെ സുവിശേഷകൻ എബ്രഹാം സോദരനെ ക്ഷണിക്കുന്നു. താൻ പ്രാർത്ഥിച്ച് തുടർന്ന് ഡോക്ടർ വർഗീസ് ജോൺ സാറ് വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഈ സന്ധ്യാസമയം ഞങ്ങൾ കടന്നു വരുന്നു. അവിടുത്തെ വചനം കേൾക്കാനായിട്ട് ഞങ്ങളുടെ കാതുകൾക്ക് ശ്രദ്ധയും ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കർത്താവെ വേഗതയും തന്ന് ഈ സന്ധ്യയിൽ ഞങ്ങളെ അവിടുന്ന് നടത്തണമേ. അവിടുത്തെ വിലയേറിയ ദാസനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, ഏലിയാവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ആത്മീയ പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനും അനുഗ്രഹമാകും എന്നുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾക്കിങ്ങനെ കൂടി വരുവാനിടയായത്. കാരണം ഏലിയാവ് ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഏലിയാവിൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾ ഞങ്ങളുടെ പരാജയങ്ങളും ഏലിയാവിൻ്റെ ജീവിതത്തിലെ ഉയർച്ചകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെയും അനുഗ്രഹങ്ങളാകിയാൽ സ്തോത്രം. ഏലിയാവിൻ്റെയും ഞങ്ങളുടെയും ദൈവം ഒരാളാകുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവെ, അവിടുത്തെ അഭിഷിക്തനെ ക്രൂശിൻ്റെ മറവിൽ മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എടുത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളോട് അറിയിക്കുന്ന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. അവിടെ ദാസനെ സഹായിക്കണം. ആരെങ്കിലും കടന്നു വരാനുണ്ടെങ്കിൽ അവരെ കൂട്ടി വരുത്തണമേ. അങ്ങയുടെ പുത്രനെ മഹത്വപ്പെടുത്തണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഞായറാഴ്ച വൈകിട്ടും ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് ഇത്രയും പേർക്ക് ഇപ്രകാരം കൂടി വരുവാൻ
സ്വർഗത്തിലെ ദൈവം ധാരാളം കൃപ തന്നു. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന അത്രയും ആളുകൾ ഇന്നില്ല. എങ്കിലും ഇത്രയും സഹോദരി സഹോദരന്മാർക്ക് സമയം വേർതിരിച്ച് ദൈവസന്നിധിയിലിരിക്കുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ പഠനം തുടരുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ദൗത്യം. അത് കഴിഞ്ഞ ആഴ്ച ഇല്ലാത്ത ചുരുക്കം ചിലർ ഉണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഒന്ന് ആവർത്തിച്ചിട്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. റെപ്പറ്റീഷൻ ഈസ് ദ മദർ ഓഫ് ലേണിംഗ് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആവർത്തനമാണ് പഠനത്തിൻ്റെ മാതാവ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അറിയാം, നാം പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് നാം ഓർമ്മ പുതുക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച 3/4 മണിക്കൂർ സംസാരിച്ച കാര്യങ്ങളെല്ലാം അതുപോലെ വിശദമായി പറയുന്നില്ല. പ്രധാന തലക്കെട്ടുകൾ മാത്രം ഞാൻ പറഞ്ഞു പോകുന്നു. ഈ വിഷയത്തിലൊരു തലക്കെട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായ ഏലിയാവ് എന്നതാണ്. യാക്കോബ് 5:17 അടിസ്ഥാനമാക്കിയാണ് അങ്ങനെ ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മെപ്പോലെയുള്ളൊരു മനുഷ്യൻ, പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥനയിൽ അത് ഓർക്കുകയും ചെയ്തു. എന്നാൽ എന്താണ് ഏലിയാവിനെ വ്യത്യസ്തൻ ആക്കുന്നത്? നമ്മെപ്പോലൊരു സാധാരണ മനുഷ്യനാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഏലിയാവ് ദൈവത്തിൻ്റെ മകൻ ആയിരുന്നു. ദൈവത്തിൻ്റെ പ്രവാചകൻ എന്നത് തൻ്റെ ശുശ്രൂഷയാണ്. അതിലുപരി ഒരു ദൈവ പൈതൽ ആയിരുന്നു. ആ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നവരാണ് ഇന്നെന്നെ കേൾക്കുന്നവരിൽ ഭൂരിപക്ഷവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അങ്ങനെ അല്ലാത്ത ആരെങ്കിലും ഇന്ന് ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഒരു വാക്ക് ആദ്യമേ ഞാൻ പറയട്ടെ. നിങ്ങൾക്കും ദൈവത്തിൻ്റെ മക്കളായി തീരാം. അതിനുള്ള വ്യവസ്ഥ വളരെ ലളിതമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:12 നാം വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഞാനൊരു പാപിയാണ്, കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പേ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഞാൻ അറിയുന്നു, അംഗീകരിക്കുന്നു, ഞാൻ യേശുവിൽ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാം. അങ്ങനെ ദൈവമക്കളായി തീർന്നവർക്ക് തീർച്ചയായും അവരെ ദൈവം അത്ഭുതകരമായിട്ട് ദൈവസന്നിധിയിൽ ഉപയോഗിക്കും. എന്നാൽ ദൈവമക്കളെ എല്ലാം ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് സംശയം തോന്നും. അവന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ഏലിയാവിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. പഴയ നിയമത്തിൽ 68 പ്രാവശ്യം ഏലിയാവിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ 30 പ്രാവശ്യവും. അത്രയും പ്രാധാന്യം ഏലിയാവിന് വേദപുസ്തകം കൊടുക്കുന്നുണ്ട്. ഏലിയാവ് ജീവിച്ചിരുന്ന കാലഘട്ടം വളരെ മോശമായ ഒരു കാലഘട്ടമായിരുന്നു. ആത്മീയ അധപ്പതനം അതിൻ്റെ ഉച്ചകോടിയിൽ എത്തിയ ഒരു കാലഘട്ടം. ആഹാബായിരുന്നു അന്നത്തെ രാജാവ്. ജസബേലായിരുന്നു തൻ്റെ ഭാര്യ. ജസബേൽ അന്യജാതിക്കാരിയായിരുന്നു. അതുകൊണ്ട് ആഹാബും ജസബേലും ഇസ്രായേൽ മക്കളെ ബാലിനെ സേവിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. ബാൽ സേവ അതിൻ്റെ ഏറ്റവും വലിയ ഉച്ചകോടിയിൽ എത്തിയ ഒരു കാലഘട്ടം. അന്യദൈവങ്ങളെ സേവിക്കാനും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യുവാനുമായി തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബ് എന്നാണ് നാം 1 രാജാക്കന്മാർ 21:25 വായിക്കുന്നത്. എന്താണ് ഏലിയാവിൻ്റെ പശ്ചാത്തലം? ഏലിയാവിൻ്റെ കുടുംബ പശ്ചാത്തലമോ വംശാവലിയോ ഒന്നും വിശദമായി ബൈബിൾ രേഖപ്പെടുത്തുന്നില്ല. നമുക്ക് ആകപ്പാടെ അറിയാവുന്നത് 1 രാജാക്കന്മാർ 17:1 പറയുന്ന കാര്യങ്ങളാണ്. ആ ഭാഗം എല്ലാവരും എടുക്കുക. അവിടെ നാം വായിക്കുന്നു, ഗിലെയാദിലെ തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ്. ഗിലെയാദ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആത്മീകമായിട്ട് അല്പം പിന്മാറ്റാവസ്ഥയിൽ ജീവിച്ച യഹൂദന്മാർ തിങ്ങിപ്പാർത്ത സ്ഥലമാണ്. അവിടെയുള്ള മനുഷ്യ ഗോത്രക്കാരനാണ് ഏലിയാവ് എന്നൊക്കെ മനസ്സിലാക്കുക. എന്നാൽ ഏലിയാവിൻ്റെ മാതാപിതാക്കൾ നല്ല ഒരു കാര്യം ചെയ്തു. നല്ല ഒരു പേര് തൻ്റെ മകന് കൊടുത്തു. ഏലിയാഹു എന്നാണ് എബ്രായ നാമം. അതിൻ്റെ അർത്ഥം എന്താണ്? മൈ ഗോഡ് ഈസ് ജഹോവ. എൻ്റെ ദൈവം യഹോവയാണ്. അതാണ് കൊടുത്ത പേര്. ആ പേര് അതിൽ തന്നെ ഒരു വലിയ വെല്ലുവിളി അന്നത്തെ ആളുകളുടെ മുമ്പിൽ ഉയർത്തി. കാരണം ബഹുഭൂരിപക്ഷം ഇസ്രായേൽ മക്കളും ബാലിനെ സേവിക്കുന്ന കാലഘട്ടത്തിൽ ഏലിയാവ് ഒരു സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ തൻ്റെ പേര് മറ്റുള്ളവരോട് പറയുമ്പോൾ അതിൽ കൂടെ താൻ എന്താണ് പ്രഖ്യാപിക്കുന്നത്? എൻ്റെ ദൈവം യഹോവയാണ്, നിങ്ങളുടെ ദൈവം ആരാണ്? മാത്രമല്ല ഇത് തനിക്ക് വലിയ ഒരു ഉത്തരവാദിത്വവുമായിരുന്നു.
എൻ്റെ ദൈവം യഹോവയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏലിയാവ് നടക്കുമ്പോൾ തീർച്ചയായും അതിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതും ആവശ്യമായിരുന്നു. എന്നാൽ ഏലിയാവിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് യാക്കോബ് 5:17 പറയുന്നത്, ഈ ആഹാബിന് പ്രത്യക്ഷനാകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ താൻ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയായിരുന്നു. പഴയ നിയമം നാം വായിക്കുമ്പോൾ 1 രാജാക്കന്മാർ 17:1 18:1 താരതമ്യം ചെയ്താൽ അതിനിടയ്ക്ക് ഒരു 3 വർഷത്തെ ഇടവേളയുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ നാം വായിക്കുന്നു, ഏലിയാവ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചത്? ദൈവം 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്യിച്ചില്ല. അപ്പോൾ ഈ 6 മാസ കാലയളവിൽ താൻ എന്ത് ചെയ്യുകയായിരുന്നു? താൻ ദൈവസന്നിധിയിൽ ഏകാന്തതയിൽ സമയം ചെലവഴിക്കുകയായിരുന്നു, താൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ പ്രാർത്ഥനയിൽ കൂടെ ശക്തി പ്രാപിച്ച് ദൈവത്തിൻ്റെ ഗൈഡൻസ്, ആലോചന പ്രാപിച്ച ഏലിയാവാണ് പെട്ടെന്ന് ഒരു ദിവസം ആഹാബിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി താൻ പ്രഖ്യാപിക്കുകയാണ്. 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. കഴിഞ്ഞ ആഴ്ച നാം വായിച്ചതാണ്. എന്നാൽ ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ പെട്ടെന്ന് പ്രത്യക്ഷനായി വളരെ ചെറിയ ഒരു ദൂത് രാജാവിന് കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ദൂതാണ്. എന്താണ് പറയുന്നത്? ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്. അങ്ങനെയാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിലും മറ്റ് തർജ്ജമകളിലും കൊടുത്തിരിക്കുന്നത്, ആസ് ദ ലോർഡ് ഗോഡ് ഓഫ് ഇസ്രായേൽ ലിവ്സ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ആ സന്ദേശത്തിൽ തന്നെ പ്രധാനപ്പെട്ട 3 സത്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്, ഒരു ദൈവം ജീവിക്കുന്നു, ഇസ്രായേലിൻ്റെ ദൈവം ജീവിക്കുന്നവനാണെന്നുള്ള ബോധ്യം. 2, ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധ്യം. ആ ദൈവം എവിടെയാണ്? അവൻ എൻ്റെ സമീപസ്ഥനാണ്, അവനെയാണ് ഞാൻ അനുദിനം സേവിക്കുന്നത്, ആരാധിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ മുട്ടുമടക്കുന്നത്. തീർന്നില്ല, ഈ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണെന്നും എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണെന്നുമുള്ള ബോധ്യം. അതെല്ലാം ഒറ്റ വാചകത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചാണ്. 2-ാം വാക്യം നമ്മളൊന്ന് വായിച്ച് അല്പം ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ വായിക്കാം. 2-ാം വാക്യം. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തൽക്കാലം അത്രയും മതി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ അത് തീർക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അവിടെ 2-ാം വാക്യം ശ്രദ്ധിക്കണം. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, ഇംഗ്ലീഷിൽ നോക്കിയാൽ ദെൻ എന്നാണ് നാം വായിക്കുന്നത്. ദെൻ ദ വേർഡ് ഓഫ് ദ ലോർഡ് കെയിം ടു എലൈജ. ദെൻ, അപ്പോൾ അവന്, അതാണ് ശരിയായ തർജ്ജമ. എപ്പോൾ? ന്യായമായ ചോദ്യം. 1-ാം വാക്യത്തിൽ ആഹാബിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ദൈവത്തിൻ്റെ അരുളപ്പാട്, അടുത്ത അരുളപ്പാട് ഏലിയാവിന് ലഭിച്ചു. ഇതിൽ നിന്ന് ദൈവഹിതത്തെക്കുറിച്ച് 2-3 സത്യങ്ങൾ പഠിക്കാൻ കഴിയും. 2 കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള സത്യങ്ങൾ അനുസരിക്കുമ്പോൾ മാത്രമേ തുറന്നുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയുള്ളൂ. പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന എന്താണ്? നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ലോങ് ടേം പ്ലാൻ എല്ലാം ദൈവം മുൻകൂട്ടി പറയണം. അങ്ങനെ ദൈവം ഒരിക്കലും ചെയ്യുകയില്ല. നമ്മോട് ദൈവം കൽപ്പിച്ചിട്ടുള്ള, വെളിപ്പെടുത്തി തന്നിട്ടുള്ള വചനം അനുസരിക്കുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പ് വെളിപ്പെടുത്തുന്നത്. അത് ഒന്നാമത്തേക്ക്. 2-ാമത്, ദൈവം തൻ്റെ ഹിതം എപ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് മാത്രമേ വെളിപ്പെടുത്തുകയുള്ളൂ. പടിപടിയായിട്ട്, ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ വെളിപ്പെടുത്തുകയുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് താൻ വെളിപ്പെടുത്തുകയില്ല. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഏലിയാവിൻ്റെ ജീവിതം തന്നെ അതിനൊരു മാതൃകയാണ്. അബ്രഹാമിൻ്റെ ചരിത്രം നമുക്കറിയാം. കാണിപ്പാറ്റിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞ് അപ്പോൾ അനുസരിച്ച് പുറപ്പെടുകയാണ്. ഓരോ സമയത്ത് തുടർന്നുള്ള കാര്യങ്ങൾ ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ പൗലോസ് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവിക ദർശനം ലഭിച്ചപ്പോൾ ഒരു ചോദ്യം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 22:10 തൻ്റെ സാക്ഷ്യത്തിൽ താൻ പറയുന്നു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എൻ്റെ കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകാം. ഇപ്പോൾ അത്രയും മാത്രം അറിഞ്ഞാൽ മതി. നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയും.
ദമസ്കോസിൽ ചെന്നപ്പോഴാണ് തുറന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല. ദൈവം ഏത് കാലത്തും അങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളെ നടത്തുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു പാട്ടിൻ്റെ ചില വരികൾ ഞാൻ ഉദ്ധരിച്ചു. ടി.കെ. ശമൽ സാറിൻ്റെ പ്രസിദ്ധമായൊരു പാട്ടുണ്ട്, അറിയുന്നല്ലോ ദൈവം അറിയുന്നല്ലോ. അതിനകത്തൊരു സ്റ്റാൻസ ഇങ്ങനെയാണ്: ചുവടോരോന്നെടുത്ത് വെച്ചിടുവാൻ മുൻപിൽ അവനേകും വെളിച്ചമതെനിക്കു മതി, അതിലേറെ കൊതിക്കുന്നില്ല ഇഹലോക ഞാൻ, അവനിഷ്ടം അടുത്തെന്താണ് അത് ചെയ്യട്ടെ. ഓരോ ചുവടും വയ്ക്കുവാനുള്ള വെളിച്ചം എനിക്ക് മതി എന്നാണ് ഭക്തൻ പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്. അത് നമ്മുടെയും പ്രാർത്ഥനയാകട്ടെ. മൂന്നാമത് ഈ വാക്യത്തിൽ പഠിക്കാൻ കഴിയുന്നത്, ആ മൂന്നാം വാക്യത്തിലാണ് നാം വായിച്ചു കേട്ടു, ഗോഡ്സ് വിൽ ഈസ് ക്ലിയർ ആൻഡ് സ്പെസിഫിക്. ദൈവത്തിൻ്റെ ഹിതം വളരെ വ്യക്തവും കൃത്യവുമാണ്. വളരെ വ്യക്തമായി കൃത്യമായി ദൈവം തൻ്റെ ആലോചന തൻ്റെ ഭക്തനെ വെളിപ്പെടുത്തുകയാണ്. എന്ത് വ്യക്തമായിട്ടാണ് പറയുന്നത്? നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് എങ്ങോട്ട് പോകണം? എങ്ങോട്ടെങ്കിലും പോകാനില്ല, കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. പിന്നെ നാലാം വാക്യത്തിൽ മൂന്നാം വാക്യത്തിൽ തൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, തൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നാലാം വാക്യത്തിൽ ആ ക്ഷാമകാലത്തുള്ള സംരക്ഷണം, ഇതെല്ലാം വളരെ കൃത്യമായിട്ടാണ് ദൈവം പറയുന്നത്. ഈ രണ്ട് വാക്യങ്ങളിൽ തന്നെ അനേകം സത്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാനത് ഓരോന്നായിട്ട് പറയാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. ശരി, പെട്ടെന്ന് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ് ദൈവം ഇങ്ങനെ പറയുന്നതെന്നൊരു സംശയം നമുക്ക് തോന്നും. ആലോചന പറഞ്ഞു ആഹാബിനോട്. ദൈവം എന്താണ് പറയുന്നത്? ആ വാക്യത്തിലെ മൂന്നാം വാക്യത്തിലെ പ്രധാന പദം ഒളിച്ചിരിക്കുക എന്നാണ്. യു ഹൈഡ്, നീ ഒളിച്ചിരിക്കുക. ഈ ശക്തമായ ദൂത് പറഞ്ഞ ഈ അഗ്നിയുടെ പ്രവാചകനായ ഏലിയാവിനോട് ദൈവം പറയുകയാണ്, നീ പോയി ഒരു സ്ഥലത്ത്, ഞാൻ പറയുന്ന സ്ഥലത്ത്, കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. അങ്ങനെ പെട്ടെന്ന് ഒളിച്ചിരിക്കേണ്ട ആവശ്യകത എന്താണ് എന്ന് നമുക്ക് തോന്നും. അത് വാസ്തവത്തിൽ ഈ അധ്യായത്തിൽ പറയുന്നില്ല. 18-ാം അധ്യായത്തിൻ്റെ 4-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. എടുത്ത് ഞാൻ വായിപ്പിക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോകാം. എന്താണ് ഏലിയാവ് വന്ന് അഹാബിനോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലാതെ ഈ നാളുകളിൽ, ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. നമുക്കറിയാം, ദേശത്ത് ഇപ്പോൾ 6 മാസമായി മഞ്ഞും മഴയും ഇല്ല, ജനം കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഏലിയാവ് പറയുകയാണ്, ഇനിയും ഇത് തുടരും, മഞ്ഞും മഴയും ഞാൻ പറഞ്ഞല്ലാതെ ഇവിടെ പെയ്യുകയില്ല. അപ്പോൾ ജനം വളരെ കഷ്ടപ്പെടും. അതുകൊണ്ടാണ് 1 രാജാക്കന്മാർ 18:17 അവിടെ ഏലിയാവ് ആഹാബിന് പ്രത്യക്ഷനാകുമ്പോൾ ആഹാബ് ചോദിക്കുന്നുണ്ട്, ആർ ഇത് ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവിൻ്റെയും ജനങ്ങളുടെയും ചിന്തയിൽ ഹീസ് എ ട്രബിൾ മേക്കർ, അവൻ ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നവനാണ്. അവന് ഏലിയാവ് മറുപടി പറയുന്നുണ്ട്, ഞാനല്ല, നീ നിൻ്റെ പിതൃഭവനവുമാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ ഏലിയാവ് ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നവനാണ്, പ്രാർത്ഥിച്ച് മഴ ഇല്ലാതാക്കിയവനാണ്. അതുകൊണ്ട് ന്യായമായും ഈ സന്ദേശം വന്ന് ആഹാബിനോട് പറഞ്ഞു. ആഹാബ് കൊട്ടാരത്തിൽ ചെന്ന് ഈസബേലിനോട് ഈ സന്ദേശം പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ഏലിയാവിനെയും ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയും കൊല്ലുവാൻ ഈസബേൽ ശ്രമിച്ചു. അത് 18:4 നാം വായിക്കുന്നുണ്ട്. ദൈവത്തിനതറിയാം. അപ്പോൾ ഏലിയാവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമെന്നറിയാം. അതുകൊണ്ടാണ് നീ ഒളിച്ചിരിക്കുക എന്നൊരു കൽപ്പന ഈ 3-ാം വാക്യത്തിൽ കൊടുക്കുന്നത്. അതാണ് എൻ്റെ പശ്ചാത്തലം. നീ പോയി ഒളിച്ചിരിക്കുക, 3-ാം വാക്യം. 18-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ തിരിച്ചാണ്. അതൊന്ന് വായിച്ച്. ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക. ശ്രദ്ധിക്കുക, ഗോ ആൻഡ് ഷോ യുവർസെൽഫ് ടു ആഹാബ്. 17-ാം അധ്യായത്തിൽ പറഞ്ഞു നീ പോയി ഒളിച്ചിരിക്കുക. 18-ാം അധ്യായത്തിൽ ദൈവം പറയുകയാണ്, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക. ഇത് രണ്ടും ദൈവമാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൽ നാം ഒളിച്ചിരിക്കുവാൻ, പരസ്യസ്ഥലത്ത് നിന്ന് മാറി നിൽക്കുവാൻ, സ്വകാര്യമായിട്ട് രഹസ്യ ജീവിതത്തിൽ സമയം ചെലവഴിപ്പാൻ, രഹസ്യ പ്രാർത്ഥന ചെലവഴിപ്പാൻ ദൈവം ചിലപ്പോൾ പറയും. മറ്റു ചില സന്ദർഭങ്ങളിൽ പുറത്ത് പോകുവാൻ, ഗോ ഷോ യുവേഴ്സെൽഫ്, നീ നിന്നെ തന്നെ മറ്റുള്ളവർക്ക് കാണിക്കുക എന്ന് പറയും. ദൈവം എന്തു പറയുന്നുവോ അതാണ് ആ സമയത്ത് ചെയ്യേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് അതുതന്നെയാണ് ചെയ്തത്. ശരി, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ കൃത്യമായ വ്യക്തമായ നടത്തിപ്പാണ്. നീ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോ, ആഹാബ് തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നല്ല ദൈവം പറഞ്ഞത്. വളരെ കൃത്യമായിട്ട് നീ കിഴക്കോട്ട് പോകണം, പിന്നെ യോർദാന് കിഴക്ക് പോകണം. നാം അല്പം ഭൂമിശാസ്ത്രം അറിഞ്ഞിരിക്കണം. യോർദാൻ നദിയുടെ പടിഞ്ഞാറാണ് കനാൻ ദേശം, വാഗ്ദത്ത ദേശം.
ഇവിടെ കിഴക്ക് പോകാൻ പറഞ്ഞാൽ ആ കനാൻ ദേശം വിട്ട് പുറജാതികളുടെ സ്ഥലത്തോട്ട് പോകാനാണ് പറയുന്നത്. കെരീത്തിൻ്റെ കൃത്യമായ സ്ഥാനം എന്ന് നമുക്ക് അറിയത്തില്ല, ഏകദേശ സ്ഥാനമേ അറിയത്തുള്ളൂ. ഏതായാലും ആ കനാൻ നാട് വിട്ട് ഇസ്രയേൽ രാഷ്ട്രം വിട്ട് പുറത്തേക്ക് പോകാനാണ് ഇവിടെ ദൈവം കൽപ്പിക്കുന്നത്, വളരെ കൃത്യമായിട്ട്. ഞാൻ ചിന്തിക്കാറുണ്ട്, അന്ന് ഗൂഗിൾ മാപ്പൊന്നുമില്ല. ഇന്ന് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോയാൽ ചിലപ്പോൾ വഴി തെറ്റാറുണ്ടല്ലേ. എന്നാൽ ദൈവത്തിൻ്റെ ഒരു റൂട്ട് മാപ്പുണ്ട്, ഗോഡ്സ് മാപ്പ്. ദൈവത്തിൻ്റെ റൂട്ട് മാപ്പ് കൊടുത്ത് കൃത്യമായി ആ ഡയറക്ഷനൊക്കെ പറഞ്ഞാണ് അങ്ങോട്ട് വിടുന്നത്. അങ്ങനെ തന്നെയാണ് ഏലിയാവ് അവിടെ പോകുന്നത്. ഗോഡ് ഹൈഡ്സ് ഹിസ് സെർവന്റ് എലൈജ. ദൈവം തൻ്റെ ദാസനെ ഒളിപ്പിക്കുന്നു. അതാണ് ഈ 3-4 വാക്യങ്ങളുടെ തലക്കെട്ട്. ഇതിൽ നിന്ന് അനേക കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു പോകാം. നേരത്തെ ഞാൻ പറഞ്ഞത് 2-ാം വാക്യത്തിൻ്റെ വിശദീകരണമാണ്. 3 കാര്യങ്ങൾ. ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തിയ ദൈവഹിതം നാം അനുസരിക്കുമ്പോഴാണ്. 2, അത് പടിപടിയായി ഘട്ടം ഘട്ടമായിട്ടാണ്. 3, ദൈവത്തിൻ്റെ ഹിതം വ്യക്തവും കൃത്യവുമാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ 2-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. 3-ാം വാക്യം കൂടെ ചേർത്ത് പറഞ്ഞു. ഇനി 3-4 വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം ദൈവദാസനെ ഒളിപ്പിക്കുന്നു. എന്തിനാണ് അങ്ങനെ ഒളിപ്പിച്ചത്? ആക്ച്വലി ഇറ്റ് വാസ് എ പണിഷ്മെൻറ്റ് ടു ദ നേഷൻ ഓഫ് ഇസ്രയേൽ. അത് ദേശത്തെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് ഒളിപ്പിച്ചത്. ഒരർത്ഥത്തിൽ മഴയില്ലാതാക്കിയതും ദേശത്തിന്മേൽ വന്ന ശിക്ഷയാണ്. ഭൗമികമായ ഒരു ഡ്രൗട്ട്, വരൾച്ച അവിടെ ഉണ്ട്. എന്നാൽ ഏലിയാവ് ചില വർഷങ്ങൾ ഇസ്രയേൽ രാഷ്ട്രത്തിൽ നിന്നും മാറ്റപ്പെട്ട് കെരീത്തിൻ്റെ കരയിൽ ആയിരുന്നപ്പോൾ ദർ വാസ് എ സ്പിരിച്വൽ ഡ്രൗട്ട് ഓൾസോ. ആത്മികമായൊരു വരൾച്ചയും ഉണ്ടായി. അത് ദൈവം അനുവദിച്ചു. കാരണം ദൈവദാസനല്ല, ദൈവവചനമില്ലാത്ത ഒരു കാലഘട്ടം. വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. വാസ്തവത്തിൽ ഇറ്റ് വാസ് എ ഡബിൾ പണിഷ്മെൻറ്റ്. ഒരു വശത്ത് മഴ പെയ്യുന്നില്ല, ദേശമെല്ലാം വരൾച്ചയിലാണ്, ക്ഷാമമാണ്. മറുവശത്ത് ആത്മികമായ വരൾച്ചയും ദൈവം കൽപ്പിക്കുകയാണ്. എന്തുകൊണ്ടങ്ങനെ ചെയ്തു? നമുക്കറിയാം, ഏലിയാവിൻ്റെ പഴയ ചരിത്രമൊന്നും ഇവിടെ വായിക്കുന്നില്ല. അക്കാലത്ത് മറ്റു പല പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ മക്കളാണ്. അനേക നാളുകളായി ദൈവം പ്രവാചകന്മാരിൽ കൂടെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അവർ നിരസിച്ചു, ദൈവത്തോട് മറുതലിച്ചു, ദൈവത്തോട് മത്സരിച്ച് സാക്ഷാൽ ദൈവത്തെ ഉപേക്ഷിച്ച് ദേവന്മാരെ സേവിക്കാൻ പോയതുകൊണ്ട് ഒടുവിൽ മലയാളത്തിൽ ചൊല്ലുണ്ട്, അടിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? പോകുന്ന വഴിയെ അടിക്കുക എന്ന് പറയും. അത് ബൈബിളിലെ ഒരു പ്രമാണമാണ്, മറന്നു പോകരുത്. ദൈവം അനേക രാഷ്ട്രങ്ങളോടുള്ള ബന്ധത്തിൽ അത് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതാണ് ദൈവം ചെയ്തത്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ദാസനെ വേണ്ട, ദൈവത്തിൻ്റെ വചനം വേണ്ട, നിങ്ങൾക്ക് അന്യദൈവങ്ങളെ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ അങ്ങ് ജീവിച്ചോ. ഇനി വചനം കേൾക്കണ്ട എന്ന് ദൈവം തീരുമാനിച്ചു. റോമാലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാം, എടുത്തു വായിക്കണ്ട, ദൈവം അവരെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു, അശുദ്ധിക്ക് ഏൽപ്പിച്ചു. പാപം ചെയ്യുന്ന ജനത്തോട് ദൈവം ക്ഷമയുള്ളവനാണ്. നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, നിത്യക്ഷമയുള്ളവനല്ല, മറന്നു പോകരുത്. അവൻ ദീർഘക്ഷമയുള്ളവനാണ്. അവൻ വീണ്ടും വീണ്ടും അവസരം കൊടുക്കും മടങ്ങി വരുവാൻ. എന്നാൽ വീണ്ടും പാപത്തിൽ അങ്ങനെ തുടർന്നാൽ ഒടുവിൽ ദൈവം ആ വഴിയിൽ പോകുവാൻ മനുഷ്യരെ അനുവദിക്കും. ദൈവം ശിക്ഷിക്കുകയും ചെയ്യും. ഇസ്രായേൽ മക്കളോട് ബന്ധത്തിൽ അതാണ് സംഭവിച്ചത്. നമുക്കറിയാമല്ലോ, പിൽക്കാലത്ത് വടക്കൻ രാഷ്ട്രം അസീറിയയിലേക്ക് പ്രവാസത്തിൽ പോയി, തെക്കൻ രാഷ്ട്രമായ യഹൂദ ബാബിലോണിലേക്ക് പോയി. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അവർ ദൈവത്തിൻ്റെ വിശുദ്ധ നാട്ടിൽ താമസിച്ചുകൊണ്ട് അന്യദൈവങ്ങളെ സേവിക്കാൻ തുടങ്ങി. ദൈവം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുറേ കൂടെ സൗകര്യമുണ്ട്, ബാബിലോണിലോട്ട് പോയാൽ, അസീറിയയിലേക്ക് പോയാൽ അവിടെ ചെന്നങ്ങ് സേവിച്ചോ. അങ്ങനെയാണ് അവരെ ബാബേൽ പ്രവാസത്തിന് വേണ്ടി ദൈവം വിട്ടുകൊടുത്തത്. വാസ്തവത്തിൽ തൻ്റെ ദാസനെ നമ്മുടെ കോമൺ സെൻസ് അനുസരിച്ച് ചിന്തിച്ചാൽ ദൈവം എന്താണ് ഏലിയാവിനോട് പറയേണ്ടത്? ഏലിയാവേ, രാഷ്ട്രം ഇത്രയും ആത്മികമായി അധപ്പതിച്ചിരിക്കുന്ന സമയത്ത് നീ ഇസ്രായേൽ രാഷ്ട്രം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിക്കുക, അങ്ങനെയാണ് പറയേണ്ടത് നമ്മുടെ യുക്തി അനുസരിച്ച്. എന്നാൽ ദൈവം നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ഒരിടത്തും പോയി പ്രസംഗിക്കാൻ പറയുന്നില്ല, നീ ഈ രാഷ്ട്രം വിട്ടുപോവുക, കെരീത്തിൽ ചെന്ന് ഒളിച്ചിരിക്കുക എന്നാണ് പറയുന്നത്. ഗോഡ്സ് പ്ലാൻ സംടൈംസ് ഡസൻറ്റ് മേക്ക് സെൻസ് ടു അസ് എന്ന് പറയാറുണ്ട്. നമ്മുടെ യുക്തിക്ക് ചിലപ്പോൾ നിരക്കുന്നതല്ല ദൈവത്തിൻ്റെ പ്ലാൻ. അത് നാം ചിന്തിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, ചില സമയങ്ങളിൽ ഈ 2 രാഷ്ട്രങ്ങൾ തമ്മിൽ ശത്രുതയിലാകുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് എന്താണ്? അവരുടെ അംബാസഡർമാരെ തിരിച്ചു വിളിക്കും, സ്ഥാനപതികളെ തിരിച്ചു വിളിക്കും. ഇവിടെ ഏതാണ്ട് അതിന് സമാനമായ ഒരു കാര്യമാണ് ദൈവം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ അംബാസഡറായ ഏലിയാവിനെ ആ രാഷ്ട്രത്തിൽ അങ്ങ് മാറ്റി, അവനെ തിരിച്ചു വിളിച്ചു. അതാണ് ചെയ്തത്.
ശരി, ഇന്ന് നമ്മുടെ അനുഭവം എങ്ങനെയായിരിക്കും? ദൈവവചനം കേൾക്കുവാൻ നമുക്ക് എത്രമാത്രം താല്പര്യവും വിശപ്പും ഉണ്ട്. ഈ നമ്മുടെ അണ്ടർഗ്രൗണ്ട് ചർച്ചസ്, ഒളിവ് സഭകളെക്കുറിച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. റുമേനിയ, ചൈന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ചൈനയിൽ ഇപ്പോൾ കുറേ കൂടെ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ പല ബൈബിളുകളും ചൈനയിൽ നിന്നാണ് പ്രിൻ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലത്ത് അതിനെക്കുറിച്ച് പറയുന്നത്, ചിലപ്പോൾ ഒരു സഭയ്ക്ക് ഒരു വേദപുസ്തകമായിരിക്കും ഉള്ളത്. ആ വേദപുസ്തകം അവർ പല പീസായിട്ട് 8-10 പേജുള്ള പീസായിട്ട് പലതായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ആഴ്ചയും ഓരോ സഹോദരനല്ലേ ഓരോ കുടുംബത്തിന് കൊടുക്കും. അവർ വളരെ ആർത്തിയോടത് വായിക്കും, കാണാതെ പിടിക്കും, പിന്നെ അത് മറ്റൊരു കുടുംബത്തിന് കൈമാറും. കാരണം ഒരു വേദപുസ്തകമാണ് ഒരു സഭയ്ക്കുള്ളത്. അത്ര താല്പര്യത്തോടെ അവർ വേദപുസ്തകം വായിച്ചിരുന്നു. അതുകൊണ്ടാണ് ചൈനയിൽ ഇന്ന് ധാരാളം ക്രിസ്ത്യാനികളുള്ളത്. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ വീടുകളിൽ എത്ര വേദപുസ്തകങ്ങളുണ്ട്? ഓരോരുത്തർക്കും 2-3 ഉണ്ടല്ലേ. ഒരിക്കൽ കർത്താവിൻ്റെ ദാസൻ അപ്പം തമാശയായിട്ട് പറഞ്ഞു, ഈ ലോകത്തിലുള്ള ക്രിസ്ത്യാനികളെല്ലാം കൂടെ അവരുടെ വീടുകളിലുള്ള എല്ലാ വേദപുസ്തകങ്ങളും, ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതും ഷെൽഫിലുള്ള വേദപുസ്തകങ്ങളെല്ലാം എടുത്ത് എല്ലാവരും കൂടെ തീരുമാനിക്കുക, ഒരു ഉച്ച സമയത്ത് ഈ വേദപുസ്തകമെല്ലാം ഒന്ന് പൊടി തട്ടി വൃത്തിയാക്കി തിരിച്ചു വെക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ചെയ്താൽ നമ്മുടെ വേദപുസ്തകങ്ങളിൽ നിന്ന് ഉയരുന്ന പൊടിപടലങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്ന് അനേക മണിക്കൂറുകൾ സൂര്യഗ്രഹണം ഉണ്ടാകും എന്ന് ഒരു കർത്തദാസൻ പറഞ്ഞു. അല്പം എക്സാഗ്രേഷൻ ആണെങ്കിലും കുറേയൊക്കെ ശരിയാണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മുടെ വേദപുസ്തകങ്ങൾ പലതും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമുക്ക് ധാരാളം ബൈബിളുകളുണ്ട്. അങ്ങനെ എന്നാൽ ആമോസ് 8:11 പറയുന്നത് പോലെ, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ആത്മവിശപ്പ് ദാഹം ഏറ്റവും അരുൾക ദേവ എന്ന സൈമൺ സാറ് പാടി. ഞാൻ മുന്നോട്ട് പോകട്ടെ. എന്തുകൊണ്ട് ഇങ്ങനെ തൻ്റെ ദാസനെ ഒളിപ്പിച്ചു? ഒന്നാമത് അത് ദേശത്തിനുള്ള ശിക്ഷയാണ്. 2, ഏലിയാവിൻ്റെ ആത്മീക ജീവിതത്തിൽ ഏലിയാവിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം അനുവദിച്ച ഒരു നിശബ്ദ കാലഘട്ടം ആയിരുന്നു. ഇങ്ങനെ പറയാറുണ്ട്, ഗോഡ് ടീച്ചസ് ഹിസ് സെർവൻസ് മെനി പ്രഷ്യസ് ട്രൂത്ത്സ് ഇൻ ദ സ്കൂൾ ഓഫ് സൈലൻസ്. നിശബ്ദതയുടെ പാഠശാലയിലാണ് ദൈവം തൻ്റെ ദാസന്മാരെ പല ആത്മീക പാഠങ്ങളും പഠിപ്പിക്കുന്നത്. ധാരാളം ഉദാഹരണങ്ങളുണ്ട്, എൻ്റെ സമയം അനുവദിക്കുന്നില്ല. അവൾ നിശബ്ദതയുടെ പാഠശാലയിലേക്ക് ഏലിയാവിനെ പറഞ്ഞു വിടുകയാണ്. എന്തുകൊണ്ട്? ഈ ഏലിയാവാണ് ചില വർഷങ്ങൾ കഴിയുമ്പോൾ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാരെ വെല്ലുവിളിക്കേണ്ടത്. അതിനുവേണ്ടി ഏലിയാവിനെ സജ്ജമാക്കുവാൻ വേണ്ടി ഇപ്പോൾ നിശബ്ദതയുടെ പാഠശാലയിലേക്ക് വിടുകയാണ്. ബൈബിളിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. യോസഫിൻ്റെ ജീവിതത്തിൽ 12 വർഷങ്ങൾ താൻ ജയിലിലായിരുന്നു. അത് തൻ്റെ പ്രിപ്പറേഷൻ ടൈമായിരുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ ലൂക്കോസ് 1:80 സ്നാപക യോഹന്നാനെക്കുറിച്ച് നാം വായിക്കുന്നു. അവൻ ഇസ്രായേലിനെ തന്നെത്താൻ കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ദൈവദാസനായ ഏലിയാവിൻ്റെ ആത്മീകമായ ശക്തീകരണത്തിന് വേണ്ടി, ഫോർ റീചാർജിങ് ഹിസ് സ്പിരിച്വൽ ബാറ്ററി, അതിനുവേണ്ടിയും കൂടാണ് നീ പോയി ഒളിച്ചിരിക്കുക എന്ന് ദൈവം പറഞ്ഞത്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഇനി ആ ഒളിച്ചിരിപ്പിൻ്റെ പ്രത്യേകതകൾ നാം ശ്രദ്ധിക്കണം. ദ നേച്ചർ ഓഫ് ഗോഡ്സ് പ്രൊട്ടക്ഷൻ ഇൻ ദിസ് ഹൈഡിങ് പ്ലേസ്. ഞാൻ പറഞ്ഞല്ലോ, 3-ാം വാക്യത്തിൽ ഏലിയാവിനുള്ള സുരക്ഷിതത്വം, അതാണ് അവിടുത്തെ വിഷയം. ദ സേഫ്റ്റി ഓർ പ്രൊട്ടക്ഷൻ ഫോർ എലൈജ. എങ്ങനെയാണ് ദൈവം ഒരുക്കിയത്? അത് വായിച്ചാൽ അല്പം രസകരമായിട്ട് നമുക്ക് തോന്നും. ശ്രദ്ധിച്ച് വായിച്ചാൽ എന്താണ് പറയുന്നത്? നീ ചെന്ന് എവിടെ ഒളിക്കാനാണ് പറയുന്നത്? ഒരു തോടിൻ്റെ കരയിൽ ഒളിച്ചിരിക്കുക. ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ്? അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു തോടിൻ്റെ കരയിൽ ചെന്ന് എങ്ങനെയാണ് ഒളിച്ചിരിക്കുന്നത്? നമ്മുടെ കോമൺ സെൻസ് എന്താണ് പറയുന്നത്? അല്ലയോ ഏലിയാവേ, ആഹാബും ജസബേലും അല്ലെങ്കിൽ ഈസബേലും എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് എവിടെയെങ്കിലും ചെന്നൊരു ഗുഹയിൽ ഒളിച്ചിരിക്കുക. ഏലിയാവ് സ്വയം ഒരു ഒളിസ്ഥലം കണ്ടെത്തിയിരുന്നു എങ്കിൽ ഒരു ഗുഹയിലേ പോകുകയുള്ളൂ. ദൈവം പറയുന്നത് തോടിൻ്റെ കരയിൽ ഒളിച്ചിരിക്കുക. അവിടെ എന്താണ് പ്രൊട്ടക്ഷൻ? അവിടെ എന്ത് സുരക്ഷിതത്വമാണുള്ളത്? തോടിൻ്റെ കരയെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും കാണാം. ഒരു പക്ഷേ അവിടെ ചില തണലോ ഒരു ഗുഹയൊക്കെ കാണുമായിരിക്കും, ബൈബിളിൽ എഴുതിയിട്ടില്ല. മാത്രമല്ല, ഈ ഏലിയാവിനെ കണ്ടാൽ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയും. എങ്ങനെ? എന്താണ് കാരണം? ഏലിയാവിൻ്റെ വസ്ത്രം എങ്ങനെയുള്ളതായിരുന്നു? 2 രാജാക്കന്മാർ 1:8 നാം വായിക്കുന്നു, അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാറ് കെട്ടിയ ആളായിരുന്നു, സ്നാപക യോഹന്നാനെ പോലെ. ഈ വസ്ത്രവും ധരിച്ചുകൊണ്ട് പോകുന്ന ഈ മനുഷ്യനെ കണ്ട എല്ലാവർക്കും അറിയാം ഇദ്ദേഹം ദൈവത്തിൻ്റെ പ്രവാചകനാണ്. ഇങ്ങനെയുള്ള ഒരാൾ ഒരു തോടിൻ്റെ കരയിൽ ചെന്ന് താമസിച്ചാൽ അവിടെ എന്തോ പ്രൊട്ടക്ഷനാണുള്ളത്, എല്ലാവർക്കും അറിയാം.
പിന്നെ എന്തിനാണ് ദൈവം അങ്ങനെ പറഞ്ഞത്? ഇവിടെ വളരെ പ്രധാനപ്പെട്ട സത്യം നാം മനസ്സിലാക്കണം. എന്താണ് ദൈവം ഇതിൽ കൂടെ പഠിപ്പിക്കുന്നത്? ഏലിയാവിനെയും നമ്മയും പഠിപ്പിക്കുന്നത്. റിമെമ്പർ, അവർ പ്രൊട്ടക്ഷൻ ഈസ് നോട്ട് ഇൻ എ പ്ലേസ് ബട്ട് ഇൻ എ പേഴ്സൺ. നമ്മുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തല്ല, ഒരു വ്യക്തിയിലാണ്. അന്നും ഇന്നും അത് സത്യമാണ്. ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, വടക്കേ ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ, അവിടെ സുരക്ഷിതത്വമില്ല. കേരളമല്ലേ ദൈവത്തിൻ്റെ സ്വന്തം രാജ്യമാണ്. ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്, സുരക്ഷിതത്വമാണെന്നാണ് നാം ചിന്തിക്കുന്നത്. കേരളത്തിലാണെങ്കിലും വടക്കേ ഇന്ത്യയിലാണെങ്കിലും നമ്മുടെ പ്രൊട്ടക്ഷൻ ഈസ് ഫ്രം ഗോഡ്. ദൈവമാണ് സുരക്ഷിതത്വം നൽകുന്നത്. ധാരാളം വാക്യങ്ങളുണ്ട്. ഒരു വാക്യം ഞാൻ ഉദ്ധരിച്ചു പോകാം. 31-ാം സങ്കീർത്തനം 20-ാം വാക്യം ഒന്ന് കുറിക്കുക. വീട്ടിൽ ചെന്ന് വായിക്കണം. അടിവരയിടാത്തവർ അടിവരയിടണം. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും. അപ്പോൾ സുരക്ഷിതത്വം എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നാണ്? ദൈവിക സാന്നിധ്യത്തിൽ നിന്നാണ് വരുന്നത്. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ. സങ്കീർത്തനങ്ങൾ 31-20 ആദ്യ ഭാഗമാണ് ഞാൻ ഉദ്ധരിച്ചത്. അതുപോലെ 17-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നെ ചുറ്റുവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വേണം, നിൻ്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. ഈ പ്രയോഗങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിലാണ്. അതൊരു തുറസായ സ്ഥലത്താണെങ്കിലും ഗുഹയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ സ്ഥലം അല്ല നമുക്ക് സുരക്ഷിതത്വം നൽകുന്നത് ദൈവമാണ്. ആ സത്യം ഏലിയാവും പഠിക്കണം, നാമും പഠിക്കണം. മനോഹരമായൊരു പാട്ട് സൈമൺ സാറിൻ്റേതുണ്ട്. നമ്മുടെ പാഠപുസ്തകത്തിലെ 482-ാമത്തെ പാട്ടാണ്. ഒരു പാട്ടൂടെ പാടിക്കാൻ സമയമില്ല. അതിൻ്റെ നമുക്കറിയാവുന്ന പാട്ടാണ്. ദൈവത്തിൽ ഞാൻ കണ്ടൊരു നിർഭയമാം പാർപ്പിടം, ഇത്ര സൗഖ്യമെങ്ങുമേ കാണുന്നില്ല സാധു ഞാൻ. അതിൻ്റെ സ്റ്റാൻസ് എങ്ങനെയാണ്? തൻ്റെ ചിറകിന് കീഴ് ദുർഘടങ്ങൾ നീങ്ങി ഞാൻ വാഴുന്നെന്ത് മോദമായി പാടും ഞാൻ അത്യുച്ചമായി. കോറസാണെന്ന് തോന്നുന്നു. ഈ പാട്ട് സൈമൺ സാർ എഴുതിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ തിരുമലയിലുള്ള സജ്ജസോഹനാണത് പറഞ്ഞ് എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. ഈ പാട്ട് എഴുതാൻ പശ്ചാത്തലമുണ്ട്. സൈമൺ സാറിൻ്റെ പല പാട്ടുകൾക്കും പശ്ചാത്തലമുണ്ടല്ലോ. ഒരിക്കൽ താൻ ചെങ്ങന്നൂർ നിന്നോ എവിടെ നിന്നോ തൻ്റെ എടയാർമുളയിലേക്ക് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് നടന്നു വരികയാണ്. അന്ന് രാത്രിയിൽ താൻ ഈ നടന്നു വരുമ്പോൾ തന്നെ അപായപ്പെടുത്താൻ വേണ്ടി അവിടെയുള്ള ചില ആളുകൾ അതിനുവേണ്ടി തയ്യാറായി അവിടെ അവർ പതിയിരിക്കുകയാണ്. സൈമൺ സാറും ശിഷ്യന്മാരൊന്നും അറിയുന്നില്ല. എന്നാൽ അവരിങ്ങനെ നടന്നു വന്നപ്പോൾ അപ്രതീക്ഷിതമായൊരു മഴ പെയ്തു. മഴക്കാലമല്ല, പെട്ടെന്നൊരു മഴ പെയ്തു. ഇവരെ രാത്രിയാണ്, മഴയൊന്നും വകവയ്ക്കാതെ അവർ നടന്നു വീട്ടിൽ വരികയും ചെയ്തു. പിറ്റേ ദിവസം ആരോ പറഞ്ഞു, ഇന്നലെ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ചില ആളുകൾ വഴിയിൽ പതിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് സൈമൺ സാർ ഓർത്തത്. അപ്പോൾ പിന്നെ അവർ തന്നെ പറഞ്ഞു, ഈ മഴ പെയ്തതുകൊണ്ട് അവർ ആ പരിപാടി ഉപേക്ഷിച്ച് എല്ലാവരും വീട്ടിൽ പോയി. ആ സന്ദർഭത്തിൽ താൻ എഴുതിയ പാട്ടാണ്, ദൈവത്തിൽ ഞാൻ കണ്ടൊരു നിർഭയമാം പാർപ്പിടം, ഇത്ര സൗഖ്യമെങ്ങുമേ കാണുന്നില്ല സാധു ഞാൻ. തൻ്റെ ചിറകിന് കീഴ് ദുർഘടങ്ങൾ നീങ്ങി ഞാൻ. ദൈവം അവിടെ ഒരു ചിറകൊരുക്കി. എങ്ങനെയാണ് ചിറകൊരുക്കിയത്? മഴയിൽ കൂടെ. ഇങ്ങനെയാണ് ദൈവം തൻ്റെ ദാസന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഞാൻ അത്രയും പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അൺയൂഷ്വൽ നേച്ചർ ഓഫ് ഗോഡ്സ് പ്രൊട്ടക്ഷൻ, അസാധാരണമായ സ്വഭാവം, ദൈവത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ അസാധാരണമായ സ്വഭാവം, തൻ്റെ സാന്നിധ്യം കൊണ്ട് ഏലിയാവിനെ മറച്ചു. ഇന്നും നമ്മളെ അങ്ങനെയാണ് മറയ്ക്കുന്നത്. തീർന്നില്ല. 4-ാം വാക്യം ഒന്ന് വായിക്കാം. There we see the unusual nature of God's provision in Kerith. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു തോടിൻ്റെ കരയിൽ സാമാന്യ ബുദ്ധി അനുസരിച്ച് ചിന്തിച്ചാൽ സുരക്ഷിതത്വം ഇല്ല. എന്നാൽ അവിടെയാണ് ദൈവം പ്രൊട്ടക്ഷൻ, സുരക്ഷിതത്വം ഒരുക്കിയത്. ഇനി എന്താണ് തൻ്റെ ആഹാരത്തിനും വെള്ളത്തിനുമുള്ള മാർഗം? 2 കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. വെള്ളത്തിന് എന്താണ് മാർഗം? തോട്ടിൽ നിന്ന് കുടിച്ചു വെള്ളം. വീട്ടിൽ നിന്നല്ല, തോട്ടിൽ നിന്ന്. നമുക്കിന്നത് പറഞ്ഞാൽ അതൊക്കെ വളരെ സ്ട്രെയിഞ്ചായിട്ട് തോന്നുമല്ലേ? നമ്മളാരും തോട്ടിലെ വെള്ളം കുടിക്കാറില്ല, അതൊക്കെ അശുദ്ധമാണ്. എന്നാൽ ഈ തോട്ടിലെ വെള്ളമൊക്കെ പഴയ കാലത്ത് നമുക്കറിയാം, ഒരു 50 വർഷം മുമ്പ് വരെ കേരളത്തിലെ ജലാശയങ്ങളൊക്കെ ശുദ്ധമായിരുന്നു. ആളുകളൊക്കെ അങ്ങനെ കുടിക്കുമായിരുന്നു. അതുകൊണ്ടൊന്നും ആർക്കും ഒരു ദോഷവും വന്നില്ല, കോവിഡ് ഉണ്ടായില്ല. ഇന്ന് ബോട്ടിൽ വാങ്ങിച്ചാലും വീട്ടിൽ നിന്ന് കുടിച്ചാലും അതെല്ലാം പലപ്പോഴും അശുദ്ധമാണ്. അവിടെ നിന്ന് കുടിച്ചു കൊള്ളണം എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ മീൻസ്. എന്നാൽ ആഹാരത്തിന് വേണ്ടി എ സൂപ്പർ നാച്ചുറൽ മീൻസ് ഗോഡ് പ്രിപ്പയർഡ്. ഇവിടെയും ഒരു സത്യം നാം മനസ്സിലാക്കണം. ദൈവം സാധാരണ നിലയിൽ തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് സ്വാഭാവിക മാർഗങ്ങളിൽ കൂടെയാണ്.
ചിലർ പറയാറുണ്ട് എല്ലാ ദിവസവും ഒരു അത്ഭുതം പ്രതീക്ഷിക്കണം എന്നൊക്കെ ടി വിയിലൊക്കെ പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. അത് വചനപ്രകാരം ശരിയല്ല. ദൈവം അത്ഭുതം ചെയ്യുന്നത് സ്വാഭാവിക മാർഗങ്ങൾ, നാച്ചുറൽ മീൻസ് ഫെയിലാകുമ്പോഴാണ്. സ്വാഭാവിക മാർഗങ്ങൾ പരാജയപ്പെടുമ്പോൾ അസ്വാഭാവികമായ മാർഗങ്ങൾ, സൂപ്പർ നാച്ചുറൽ മീൻസിൽ കൂടെ ദൈവം തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റും. അവിടെ വെള്ളമുണ്ട്, ആ വെള്ളം കുടിക്കണം. ഭക്ഷണത്തിന് എന്ത് ചെയ്യും? അതിനുവേണ്ടി അവിടെ ആരും തന്നെ സഹായിക്കാനില്ല, ഒരു പുതിയ സ്ഥലമാണ്. അതിനുവേണ്ടി തീർത്തും അസ്വാഭാവികമായൊരു കാര്യം ദൈവം അവിടെ ചെയ്തു. എന്താണ് ദൈവം ചെയ്തത്? ആരാണ് അപ്പം കൊണ്ടുവരുന്നത്? കാക്ക അപ്പം കൊണ്ടുവരും. അങ്ങനെ കേട്ടിട്ടുണ്ടോ? കാക്ക അപ്പം കൊണ്ടുവരും. തീർന്നില്ല, അത് കൽപ്പിച്ചിരിക്കുന്നു. ആരോട്? കാക്കയോട് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. വളരെ അതിൻ്റെ ഒരു പ്രസംഗ വിഷയമാണ്. ഐ ഹാവ് കമാൻഡഡ് ദ റേവൻസ് ടു ഫീഡ് യു ദേർ. ഇവിടെ പറയുന്ന കാക്ക നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ ചെറിയ കാക്കയല്ല. ഈ റേവൻസ് എന്ന് പറയുന്നത് അല്പം വലിപ്പം കൂടിയ മലങ്കാക്ക എന്നൊക്കെ അവനെ വിളിക്കാം. നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്പം വലിപ്പമുള്ള ഏതാണ്ട് 2.5 അടിയോളം നീളവും അതിൻ്റെ വിങ് സ്പാൻ തന്നെ 3 അടി വരുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കാക്കകളൊക്കെ ചില സ്ഥലങ്ങളിലുണ്ട്. അന്ന് ഇസ്രായേൽ രാജ്യത്ത് അത് കാണുമായിരിക്കും. അങ്ങനെയുള്ള വലിയ കാക്കയാണ് ഇത് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. വലിയൊരു ജോലിയാണ്. കാക്ക അപ്പം കൊണ്ടുവരും. തീർന്നില്ല, കൽപ്പിച്ചിരിക്കുക. അത് ശ്രദ്ധിക്കണം. വാസ്തവത്തിൽ യോനയുടെ പുസ്തകം പഠിക്കുമ്പോൾ വളരെ രസകരമായ ഈ പ്രയോഗം പല പ്രാവശ്യം മലയാളം തർജ്ജമയിൽ കാണാൻ കഴിയും. അവിടെ യോന കപ്പലിൽ കയറിയപ്പോൾ, തർശീശിലേക്ക് പോകാൻ കപ്പലിൽ കയറിയപ്പോൾ യഹോവ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. എന്നുവെച്ചാൽ യഹോവ കൽപ്പിച്ച ഒരു കാറ്റ്. തീർന്നില്ല, അവർ യോനയെ വെള്ളത്തിലിട്ടപ്പോൾ യഹോവ കൽപ്പിച്ചാക്കിയ ഒരു മഹാമത്സ്യം യോനയെ വിഴുങ്ങി. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവം കൽപ്പിച്ചാക്കിയ ഒരു ആവണക്ക് ആ യോനായ്ക്ക് തണൽ കൊടുക്കുകയാണ്. തീർന്നില്ല, 2 വാക്യങ്ങൾ കഴിയുമ്പോൾ ദൈവം കൽപ്പിച്ചാക്കിയ ഒരു പുഴു ആ ആവണക്ക് കുത്തിക്കളഞ്ഞു നാം വായിക്കുന്നു. അങ്ങനെ അത് വാടിപ്പോവുകയാണ്. എല്ലാം ദൈവം കൽപ്പിച്ചാക്കിയ കൊടുങ്കാറ്റ്, ദൈവം കൽപ്പിച്ചാക്കിയ മഹാമത്സ്യം, ദൈവം കൽപ്പിച്ചാക്കിയ ആവണക്ക്, ദൈവം കൽപ്പിച്ചാക്കിയ പുഴു. ഇവിടെ ഇതാ ദൈവം ഒരു കാക്കയോട് കൽപ്പിക്കുന്നു. നമ്മുടെ ദൈവം എത്ര ഉന്നതനാണെന്ന് നാം മനസ്സിലാക്കണം. യോനയുടെ പുസ്തകത്തിൽ ഒരു വാക്കൂടെ ഞാൻ പറയട്ടെ. അവിടെ ദൈവം കൽപ്പിച്ച സകല ചരാചരങ്ങളും, ജീവനുള്ളതും ജീവനില്ലാത്തതെല്ലാം ദൈവത്തെ അനുസരിക്കുന്നുണ്ട്. അനുസരിക്കാത്ത ഒറ്റ വ്യക്തിയേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ പ്രവാചകനായ യോന ആണ്. അതാണ് ദുഃഖകരമായ അവസ്ഥ. അത് മറ്റൊരു വിഷയമാണ്, ഞാനത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ ഇതാ ദൈവം കൽപ്പിച്ചാക്കിയ കാക്ക. ശരി, അപ്പോൾ വളരെ അൺയൂഷ്വലായി വിചിത്രമായ നിലയിലാണ് ദൈവം ഭക്ഷണം ക്രമീകരിച്ചത്. ഈ കാക്കയാണ് രാവിലെയും വൈകിട്ടും ഭക്ഷണം കൊണ്ട് കൊടുത്തത്. ഇവിടെ ചില കാര്യങ്ങൾ കൂടെ നാം മനസ്സിലാക്കണം. ദൈവം അത്ഭുതകരമായിട്ട് ഏലിയാവിനെ കെരീത്ത് തോട്ടിൻ്റെ കരയിൽ പോഷിപ്പിച്ചു. ബട്ട് റിമെമ്പർ, ഗോഡ് ഡിസ്റ്റർബ്ഡ് ഹിസ് കംഫർട്ട് സോൺ. തൻ്റെ സുഖസൗകര്യങ്ങളുടെ ഒരു മേഖലയിൽ നിന്ന് ഏലിയാവിനെ പുറത്തു കൊണ്ടുവന്നു. ഒരു ഭവനത്തിൽ, വീട്ടിൽ താമസിക്കുന്ന സുഖസൗകര്യങ്ങളൊന്നും ഏതായാലും ഒരു തോട്ടിൻ്റെ കരയിൽ കിട്ടുകയില്ല. ഇനി രാത്രിയിൽ കിടക്കാൻ വേണ്ടി താനൊരു ഗുഹയിൽ പോയി എന്ന് തന്നെ സങ്കല്പിക്കുക. എന്നാലും നമുക്കറിയാമല്ലോ, ഒരു വീട്ടിൻ്റെ സുരക്ഷിതത്വമോ സൗകര്യമോ ഒന്നും അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നാം നമ്മുടെ ജീവിതവുമായിട്ട് ചിന്തിക്കണം. എന്തിനാണ് അങ്ങനെ ചെയ്തത്? തുടർന്ന് തന്നെ സാരെഫാത്തിലോട്ട് വിടാൻ പോകുകയാണ്. സാരെഫാത്ത് എന്ന് പറയുന്നത് ഈ ജസബേലിൻ്റെ രാജ്യമാണ്. അങ്ങോട്ടാണ് തന്നെ പറഞ്ഞയക്കുന്നത്. പിന്നെ കർമ്മേൽ പർവ്വതത്തിൽ താൻ ശക്തനായി നിൽക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ കെരീത്തിൻ്റെ അനുഭവ പാഠങ്ങളും സാരെഫാത്തിലെ സംഭവങ്ങളും കൊണ്ട് തൻ്റെ ജീവിതം ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഏലിയാവിൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവരികയാണ് ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ശരി, ആ ദൈവം കൊടുത്ത പ്രൊവിഷനും ചിന്തിച്ച് നോക്കുക. ഈ തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കണം. നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ ദൈവം പറഞ്ഞാൽ കുടിച്ചേ പറ്റുകയുള്ളൂ. ഇത് എത്ര നാൾ അവിടെ, ഒരു കാര്യം ശ്രദ്ധിക്കണം, എത്ര നാൾ അവിടെ താമസിക്കണമെന്ന് ദൈവം പറഞ്ഞോ? ഇല്ല. ദാറ്റ് വാസ് അൺസർട്ടൺ. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ഹിതം അത് വ്യക്തമാണ്, കൃത്യമാണ്. പക്ഷേ സമയം മാത്രം പറഞ്ഞില്ല. അത് ദൈവം മനഃപൂർവ്വം മറച്ചു വെച്ചു. സമയം പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഏലിയ ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം. അതിനുവേണ്ടിയാണ് സമയം പറഞ്ഞില്ല. അപ്പോൾ ഈ തോട്ടിലെ വെള്ളം ഇങ്ങനെ ഏലിയാവ് എടുക്കുകയാണ്. ഓരോ ദിവസവും കഴിയുമ്പോൾ എന്തു പറ്റും? ഈ വെള്ളത്തിൻ്റെ ആ ലെവല് കുറഞ്ഞു വരും. ഞാൻ ചിന്തിക്കും, നമ്മളാരെങ്കിലും ആണെങ്കിൽ ഒരു വടിയൊക്കെ എടുത്ത് ഇത് ഓരോ ദിവസവും വെള്ളം അളന്നു നോക്കും. എത്ര ദിവസത്തേക്ക് കാണും? ഞാൻ ഒരു ദിവസം കുടിക്കുമ്പോൾ ഇത് എത്രമാത്രം വെള്ളം താഴുന്നുണ്ട്, എത്ര ദിവസത്തേക്ക് ജീവിക്കാൻ പറ്റും?
നമ്മളൊക്കെ വളരെ കാൽക്കുലേറ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ ഏലിയാവ് അങ്ങനെയൊന്നും ചെയ്തതായിട്ട് നാം വായിക്കുന്നില്ല. വെള്ളം കുടിക്കാൻ പറഞ്ഞ് വെള്ളം കുടിച്ചു. ഇത് എപ്പോൾ തീരുമെന്ന് ഏലിയാവിന് അറിയുകയില്ല. ദൈവത്തിൻ്റെ അടുത്ത കാര്യപരിപാടി എന്താണെന്ന് അറിയുകയില്ല. അത് പോകട്ടെ. രണ്ടാമത്, കാക്കയാണ് ഭക്ഷണം കൊണ്ടുവരുന്നത്. എന്താണ് ഉറപ്പ് ഈ കാക്ക വരുമെന്നുള്ളത്? ഒരു പക്ഷിയാണ്. കാക്ക ഓരോ ദിവസം വരുമ്പോൾ, അല്ലയോ കാക്ക നാളെ അല്പം കൂടെ നേരത്തെ വരണം, എനിക്ക് രാവിലെ നല്ല വിശപ്പാണ്, അല്പം കൂടെ നേരത്തെ വരണമേ. അങ്ങനെയൊന്നും കാക്കയോട് പറയാൻ നിർവാഹമില്ല. കാക്ക വന്നാലായി, വന്നില്ലെങ്കിലായി. പക്ഷേ ദൈവം കൽപ്പിച്ചാക്കിയത് കൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് കാക്ക രാവിലെയും വൈകിട്ടും കൃത്യസമയത്ത് തന്നെ വന്ന് കാണും. എന്തിനാണ് ഈ കാക്കയിൽ കൂടെ ഭക്ഷണം കൊടുത്തത്? ഓർക്കണം, കാക്ക പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം 11 ആവർത്തനം 14 വായിക്കുമ്പോൾ ഒരു അശുദ്ധ ജീവിയാണ്. യഹൂദനെ സംബന്ധിച്ച് നിഷിദ്ധ ജീവിയാണ് കാക്ക. അശുദ്ധമായ പക്ഷികളുടെ പട്ടികയിലാണ് കാക്കയുടെ പേര് വരുന്നത്. ഏലിയാവ് ഒരു യഹൂദനാണ്, കറകളഞ്ഞ യഹൂദൻ, പ്രവാചകനാണ്. ഈ പ്രവാചകനെ കാക്കയിൽ കൂടെ എന്തിനാണ് ആഹാരം കൊടുത്തത്? അനേക സത്യങ്ങളിവിടെ ഉണ്ട്. ടു മേക്ക് ഹിം ഹംബിൾ. ഏലിയാവിനെ വളരെ വിനയമുള്ളവനായി തീർക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. മാത്രമല്ല, ദൈവത്തിന് ആരെയും ഏതിനെയും എപ്പോഴും ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള സത്യവും ഏലിയാവ് പഠിക്കണമായിരുന്നു. ദൈവം കാക്കയെ ഉപയോഗിച്ചിട്ടുണ്ട്, കഴുതയെ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിന് ഇന്നതെന്നില്ല, എന്തിനേയും ഏതിനേയും എപ്പോഴും ഉപയോഗിക്കാൻ കഴിയും ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു, അവൻ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നുവെന്ന് 115 സങ്കീർത്തനം 3 വാക്യത്തിൽ നാം വായിക്കുന്നു. തീർന്നില്ല. ടു ടീച്ച് ഹിം കണ്ടൻമെൻറ്റ്, സംതൃപ്തി പഠിപ്പിക്കാനാണ്. ഒന്നാമത് തന്നെ വിനയമുള്ളവനാക്കി, കൂടുതൽ വിനയമുള്ളവനാക്കി തീർക്കുന്നതിന്. 2, സംതൃപ്തി പഠിപ്പിക്കുവാൻ. 1 തിമോഥെയോസ് 6:6 നാം വായിക്കുന്നു, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും. ഗോഡ്ലിനെസ് വിത്ത് കണ്ടൻമെൻറ്റ് ഈസ് എ ഗ്രേറ്റ് ഗെയിൻ. എന്നുവെച്ചാൽ സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി. ഫിലിപ്പിയർ 4:19 നാം വായിക്കുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ, മലയാളത്തിൽ ബുദ്ധിമുട്ടെന്നാണ്, ഇംഗ്ലീഷ് നോക്കിയാൽ മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തരും. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാം എന്നാണ് വാഗ്ദാനം, ആഗ്രഹങ്ങളല്ല. നോട്ട് ഓൾ അവർ വാണ്ട്സ് ബട്ട് അവർ നീഡ്സ്. ഇതെല്ലാം ഏലിയാവിനെ പഠിപ്പിക്കാൻ, ഏലിയാവിനെയും നമ്മളെയും പഠിപ്പിക്കാനാണ് അത് ചെയ്തത്. ശരി, ഒന്ന് ആലോചിച്ച് നോക്കുക. രാവിലെയും വൈകിട്ടും എന്താണ് ആഹാരം? അപ്പവും ഇറച്ചിയുമാണ്. ഏലിയാവിൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇതിൽ തൃപ്തരാകുമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരേ മെനുവാണ് രാവിലെയും വൈകിട്ടും. നമ്മുടെ വീട്ടിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ 2 ദിവസം ഒരേ ആഹാരം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് പറയും? ഇപ്പോൾ പരസ്യമായിട്ട് പറയണ്ട, മാതാപിതാക്കളൊക്കെ അറിയാം. കുഞ്ഞുങ്ങളുടെ കാര്യം പോട്ടെ, പ്രായമുള്ളവരുടെയും കാര്യം അത് തന്നെയാണ്. നമുക്കെപ്പോഴും വെറൈറ്റി വേണം. ഇത് ഏതാണ്ട് 1 വർഷമെങ്കിലും കരീത്ത് തോട്ടിൻ്റെ കരയിൽ ഏലിയാവ് ജീവിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ബൈബിൾ എഴുതിയിട്ടില്ല. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ഒരേ ആഹാരം, ഒരു വെറൈറ്റിയുമില്ല. നമ്മുടെ ദൈവം വെറൈറ്റിയുടെ ദൈവമാണ്. ഞാൻ പിന്നാലെ വരുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഞാൻ പറഞ്ഞതുപോലെ സംതൃപ്തി പഠിപ്പിക്കുവാൻ. മാത്രമല്ല, നമ്മളൊക്കെ എന്തെങ്കിലും നമ്മുടെ ആഗ്രഹപ്രകാരം നടന്നില്ലെങ്കിൽ പിറുപിറുക്കുന്നവരാണ്, എന്തിനും ഏതിനും പിറുപിറുക്കുന്നവരാണ്. ഇസ്രായേൽ മക്കളുടെ ഏറ്റവും വലിയ പാപവും അതുതന്നെ ആയിരുന്നല്ലോ. എന്നാൽ ഏലിയാവ് പിറുപിറുത്തില്ല. ദൈവം കൊണ്ടുതന്ന ആ കാര്യത്തിന് ആമേൻ പറഞ്ഞു. രാവിലെയും വൈകിട്ട് മാത്രമേ ആഹാരമുള്ളൂ, ഉച്ചയ്ക്കൊന്നുമില്ല. ഉച്ചയ്ക്ക് വേണമെങ്കിൽ വെള്ളം കുടിച്ചുകൊള്ളണം, ഒരു മിനിമം ഫുഡ് അല്ലേ. ദൈവം വളരെ സമ്പന്നനാണ്. ദൈവത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു 5 നേരം എന്താണ് ആഹാരം കൊടുക്കാൻ? അതൊന്നും കൊടുത്തില്ല. ആ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്തു. ഇതെല്ലാം ഓരോ ആത്മീയ പാഠങ്ങളാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് വാഗ്ദാനം. അല്ലാതെ ഒരു ലക്ഷൂറിയസ് ലിവിങ് ഒന്നും അവിടെ ഏലിയാവിന് കൊടുത്തില്ല. ഏലിയാവ് പരാതി പറഞ്ഞില്ല. ദൈവം തന്ന സാഹചര്യത്തിനും ദൈവമൊരുക്കിയ ആ പരിപാലനത്തിനും ആമേൻ പറഞ്ഞ് അവിടെ ജീവിക്കുകയാണ്. അടുത്തതായിട്ട് അതേ 4-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. 3-ാം വാക്യമാണെന്ന് തോന്നുന്നു. 3-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. അടുത്ത 4-ാം വാക്യം. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ഒരു ചെറിയ വാക്ക് ശ്രദ്ധിക്കണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. 4-ാം വാക്യം. അവിടെ എന്നുള്ള വാക്ക് വളരെ ശ്രദ്ധേയമാണ്. എവിടെ? കെരീത്ത് തോട്ടിൻ്റെ കരയിൽ. ദൈവമാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. എന്നാൽ ദൈവഹിതത്തിൽ ഏലിയാവ് ആയിരിക്കേണ്ട കൃത്യമായ ഒരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ കെരീത്ത് തോട് ഉപേക്ഷിച്ച് ഏലിയാവ് മറ്റെവിടെ പോയാലും ഈ നിലയിലുള്ള സുരക്ഷിതത്വമോ
സംരക്ഷണമോ ലഭിക്കുകയില്ല. ദൈവമാണ് സുരക്ഷിതത്വം നൽകുന്നത്, ദൈവമാണ് കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത്. പക്ഷേ എവിടെയാണ്? അവിടെ തന്നെ ചെല്ലണം. വേണമെങ്കിൽ ഏലിയാന്ന് പറയാൻ, ദൈവമേ ഇത് പുറജാതികളുടെ സ്ഥലമാണല്ലോ, ദീർഘദൂര യാത്രയുണ്ട് എന്ന് പറഞ്ഞ് ഏലിയാവ് അങ്ങോട്ട് പോകാതിരുന്നാൽ ഒരിക്കലും ദൈവത്തിൻ്റെ സുരക്ഷിതത്വവും സംരക്ഷണവും ലഭിക്കുകയില്ല. അവിടെ നിനക്ക് വേണ്ടി എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, നമ്മുടെയും ജീവിതത്തിൽ നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ദൈവം കൽപ്പിച്ച സ്ഥലത്ത് ഏലിയാവായിരിക്കുമ്പോൾ മാത്രമേ ദൈവിക പരിപാലനം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. കുടിക്കാൻ ജലം ലഭിക്കും. എവിടെ? കെരീത്തിൽ ആയിരിക്കുമ്പോൾ. കഴിക്കാൻ ഭക്ഷണം ലഭിക്കും. എവിടെ? കെരീത്തിലായിരിക്കുമ്പോൾ. മഹാനായ ഹഡ്സൺ ടെയ്ലർ ചൈനയിലേക്ക് പോയ ആദ്യകാലത്തെ മിഷണറി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഗോഡ്സ് വർക്ക് ഡൺ ഇൻ ഗോഡ്സ് വേ വിൽ നെവർ ലാക്ക് ഗോഡ്സ് സപ്ലൈസ്. ദൈവത്തിൻ്റെ വേല ദൈവത്തിൻ്റെ മാർഗത്തിൽ ഹിതത്തിൽ ചെയ്യുന്നിടത്ത് ദൈവത്തിൻ്റെ കരുതലിന് കുറവ് വരികയില്ല. ദൈവഹിതത്തിൻ്റെ കേന്ദ്രത്തിൽ നാം ആയിരിക്കുമ്പോൾ മാത്രമേ ഇതെല്ലാം ക്ലെയിം ചെയ്യുവാൻ, അവകാശപ്പെടാൻ നമുക്ക് കഴിയുകയുള്ളൂ. അല്ലാതെ എല്ലായിടത്തും ഇത് ലഭിക്കുമെന്ന് പറയുന്നില്ല. ഇന്ന് നാം എവിടെയാണ്? ദൈവം ഉദ്ദേശിക്കുന്ന കെരീത്തിലാണോ നാം ആയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവഹിതത്തിൻ്റെ കേന്ദ്രത്തിലാണോ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവിടെ സുരക്ഷിതത്വമുണ്ട്, സംരക്ഷണം ഉണ്ട്. ഞാൻ പെട്ടെന്ന് 5-ാം വാക്യത്തിലേക്ക് പോകട്ടെ. 5-ാം വാക്യം ഏലിയാവ് ചെയ്ത കാര്യമാണ്. 3-4 വാക്യങ്ങളിൽ വ്യക്തമായ കൽപ്പന. 5-ാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. ഈ വാക്യത്തിൽ തന്നെ 2 സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദ ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ് ഓഫ് എലൈജ. ഏലിയാവിൻ്റെ വിശ്വാസവും അനുസരണവും. ഏലിയാവ് എങ്ങനെയാണ് ഇതിൻ്റെ വിശ്വാസം പ്രകടിപ്പിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏലിയാവിനോട് പറഞ്ഞത് കനാൻ നാടിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് പോയി പാർക്കാനാണ്. ഭക്ഷണത്തിന് വേണ്ടി കാക്ക കൊണ്ടുവരുന്ന ആഹാരം കഴിക്കുകയാണ്. വാസ്തവത്തിൽ ഏലിയാവിൻ്റെ യുക്തി അനുസരിച്ച് ഏലിയാവ് ദൈവത്തോട് പ്രതികരിച്ചിരുന്നു എങ്കിൽ ഏലിയാവിന് വേണേൽ ആർഗ്യൂ ചെയ്യാൻ ദൈവത്തോട്. ഏലിയാവ് പറയാറും, ദൈവമേ ഞാൻ യഹൂദനാണ്, അങ്ങയുടെ ദാസനാണ്, എൻ്റെ ശുശ്രൂഷ ഇവിടെയല്ലേ, ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? മാത്രമല്ല കാക്ക ഒരു അശുദ്ധ ജീവിയാണ്. എന്നാൽ ഇങ്ങനെ ഒരു വാക്ക് പോലും താൻ പറയുന്നില്ല. താൻ വിശ്വാസത്തിൻ്റെ വലിയൊരു ചുവടുവയ്പ്പാണ് കെരീത്തിലേക്ക് പോകുമ്പോൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിശ്വാസം എന്ന് പറഞ്ഞത്. രണ്ടാമത് ഹിസ് ഒബീഡിയൻസ്, ഹിസ് ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ്, എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ടോട്ടൽ ഒബീഡിയൻസ്. സമ്പൂർണ്ണമായ അനുസരണത്തിൻ്റെ ഉത്തമമായ മാതൃക ഏലിയാവിൽ കാണാൻ കഴിയും. എന്താണ് അനുസരണം എന്ന് പറയുന്നത്? അതിൻ്റെ ഒരു പ്രായോഗിക നിർവചനം ഞാൻ സാധാരണ പറയാറുണ്ട്. വാട്ട് ഈസ് ഒബീഡിയൻസ്? ഒബീഡിയൻസ് ഈസ് ഡൂയിങ് വാട്ട് ഗോഡ് സേസ് ടു ഡു, വെൻ ഹീ സേസ് ടു ഡു ആൻഡ് ഹൗ ഹീ സേസ് ടു ഡു. ദൈവം പറയുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ദൈവം പറയുന്ന സമയത്ത് ദൈവം പറയുന്ന രീതിയിൽ ചെയ്യുന്നതാണ് അനുസരണം. അല്ലാത്തതൊന്നും സമ്പൂർണമായ അനുസരണമല്ല. ചോദ്യം ചെയ്യാതെയുള്ള അനുസരണം, മനസ്സോടെയുള്ള അനുസരണം, ഉടനെയുള്ള അനുസരണം, സന്തോഷത്തോടെയുള്ള അനുസരണം, പൂർണ്ണ ഹൃദയത്തോടെയുള്ള അനുസരണം. ഇങ്ങനെ എത്ര വേണമെങ്കിലും ഈ അനുസരണത്തെ വിശേഷിപ്പിക്കാം. ചോദ്യം ചെയ്യാതെ മനസ്സോടെ താൻ അനുസരിച്ചു. നാമും അനുസരിക്കുന്നവരാണ്, പക്ഷേ മനസ്സോടെയാണോ അനുസരിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കൽ ഒരു വീട്ടിലെ ഒരു കുട്ടി, ഒരു ബാലൻ താൻ വീട്ടിൽ വലിയ കുസൃതി കാണിച്ചപ്പോൾ തൻ്റെ പിതാവ് ഒരു ചെറിയ ശിക്ഷ കൊടുത്ത ശിക്ഷ ഇതാണ്: അടുത്ത 10 മിനിറ്റ് നേരം അനങ്ങാതെ സ്റ്റാച്യു പോലെ ആ റൂമിൻ്റെ മൂലയ്ക്ക് ചെന്ന് ഇങ്ങനെ സ്റ്റാച്യു പോലെ നിൽക്കണം, അനങ്ങാൻ പാടില്ല. 10 മിനിറ്റ് അപ്പനെ പേടിച്ച് വടി കയ്യിലുള്ളത് കൊണ്ട് അടി പേടിച്ചും ഒക്കെ താൻ നിന്നു. ഇതെല്ലാം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അവൻ തൻ്റെ അനിയനോട് പറഞ്ഞു, ഞാൻ അവിടെ പുറത്ത് അങ്ങനെ നിൽക്കുകയായിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാൻ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. നോക്കണം, ഒരു ചെറിയ ബാലനാണ്. പുറത്ത് ഞാനിങ്ങനെ നിന്നെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. കൊച്ചുകുട്ടിയുടെ പ്രതികരണമാണ്. പലപ്പോഴും നമ്മളും അങ്ങനെയാണല്ലേ, പുറത്ത് നിൽക്കുന്നുവെങ്കിലും പലപ്പോഴും നാം ഉള്ളിൽ അനുസരണക്കേട് കാണിക്കുന്നുണ്ട്. ഏലിയാവ് അങ്ങനെയല്ല ചെയ്ത്, താൻ സന്തോഷത്തോടെ അനുസരിച്ചു, പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു. പഴയ നിയമത്തിൽ അനുസരണത്തിൻ്റെ ധാരാളം മാതൃകകളുണ്ട്. ഞാൻ ചില വാക്യങ്ങൾ പെട്ടെന്ന് ഉദ്ധരിച്ചു പോകട്ടെ. നോഹയെക്കുറിച്ച് നാം എന്താണ് വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 6:22 നാം വായിക്കുന്നു,
ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം പൂർണ്ണമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വാക്കൂടെ കൂട്ടിച്ചേർത്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. അബ്രഹാമിനെ ദൈവം വിളിച്ചു. എബ്രായർ 11:8 നാം വായിക്കുന്നു, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച്, അതെടുത്ത് പറയുന്നുണ്ട് പുതിയ നിയമത്തിൽ, അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അബ്രഹാമിനൊരു മാപ്പൊന്നും കൊടുത്തില്ല, പോകാൻ പറഞ്ഞു പോയി. പോകുന്ന വഴിക്കാണ് ഓരോ സ്റ്റേജിൽ ദൈവം കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അനുസരിച്ച് പുറപ്പെട്ടു. മോശയെക്കുറിച്ച് നാം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം പറ്റുമെങ്കിൽ വീട്ടിൽ ചെന്നൊന്ന് വായിക്കണം. അവിടെ ഈ സമാഗമന കൂടാരത്തിൻ്റെ പണിയാണ് 32 മുതൽ പറയുന്നത്. അത് തീരുമ്പോൾ 40-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അതിൻ്റെ 16-ാം വാക്യത്തിൽ, മോശ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവം കൽപ്പിച്ചതൊക്കെ അങ്ങനെ ചെയ്തു, യഹോവ തന്നോട് കൽപ്പിച്ചതൊക്കെയും അവൻ ചെയ്തു. പിന്നെ ഒരു പാട്ടിൻ്റെ കോറസ് പോലെ, പല്ലവി പോലെ മോശ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അത് ആവർത്തിച്ച് വരുന്നുണ്ട്. അതിൻ്റെ 19, 21, 23, 25, 27 അവിടെ എല്ലാം മോശ ഓരോന്ന് ചെയ്തിട്ട് അങ്ങനെ തന്നെ ചെയ്തു. ദൈവം കൽപ്പിച്ചതിൽ നിന്ന് അണുവിട വ്യത്യാസം വരുത്തിയില്ല. ദൈവം കൽപ്പിച്ചെല്ലാം കൃത്യമായിട്ട് അതുപോലെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഒരർത്ഥത്തിൽ ദൈവത്തെ അനുസരിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ അനുസരണം എങ്ങനെ ഇരിക്കുന്നു? അത് പൂർണ്ണമായ അനുസരണമാണോ? സന്തോഷത്തോടെയുള്ള അനുസരണമാണോ? അത് മനസ്സോടെയുള്ള അനുസരണമാണോ? അത് ചോദ്യം ചെയ്യാതെയുള്ള അനുസരണമാണോ? ഇതൊക്കെ നാം ചിന്തിക്കണം. പലപ്പോഴും നാം അനുസരിക്കും, പക്ഷേ വി വിൽ മേക്ക് സം ഡിലേഡ് ഒബീഡിയൻസ് ഈസ് ഡിസൊബീഡിയൻസ് എന്ന് പറയാറുണ്ട്. ഞാൻ 6-ാം വാക്യത്തിലേക്ക് പോകട്ടെ. അപ്പോൾ 5-ാം വാക്യത്തിൽ ഏലിയാവിൻ്റെ സമ്പൂർണ്ണമായ അനുസരണത്തിൻ്റെ വിശദാംശങ്ങളാണ് നാം കാണുന്നത്. 6-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് കാണുന്നത്. 6-ാം വാക്യം, കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും, തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. 3-4 വാക്യങ്ങളിൽ ദൈവം എന്ത് കൽപ്പിച്ചുവോ അത് കൃത്യമായി ദൈവം നിറവേറ്റി. അവർ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. എന്തുകൊണ്ട്? 5-ാം വാക്യമാണ് അതിൻ്റെ രഹസ്യം. 5-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഏലിയാവ് അനുസരിച്ചു നാം വായിക്കുന്നു. അങ്ങനെ അനുസരിച്ചപ്പോൾ ദൈവം വിശ്വസ്തനായിട്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി താൻ നിറവേറ്റി. അവന് വെള്ളവും കൊടുത്തു, അപ്പവും ഇറച്ചിയും കൊടുത്തു. 1 കൊരിന്ത്യർ 1:9 അവസാന ഭാഗത്ത് നാം വായിക്കുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. 2 തിമോഥെയോസ് 2:13 നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവനെ കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനാണ്. ഗോഡ് ഈസ് ഓൾവേസ് ഫെയ്ത്ത്ഫുൾ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ദൈവം നമ്മോട് അത്ര വിശ്വസ്തത കാണിച്ചില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവം വിശ്വസ്തനാണ് എപ്പോഴും. ബട്ട് വി ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ. നാം പലപ്പോഴും അവിശ്വസ്തരായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലെ അനുഗ്രഹം അനുഭവിക്കുവാനും പ്രാപിക്കാനും കഴിയാതെ പോകുന്നത്. 7-ാം വാക്യം കൂടെ വായിച്ച് അല്പം കാര്യങ്ങൾ പറഞ്ഞ് നിർത്തട്ടെ. 7-ാം വാക്യത്തിൽ എന്താണ് നാം വായിക്കുന്നത്? എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. ഒരു പക്ഷേ ഇത്രയും നേരം വായിച്ചതിൻ്റെ ഒരു വലിയൊരു കോൺട്രാസ്റ്റ് പോലെ നമുക്ക് തോന്നുന്നു. തോട് വറ്റിപ്പോയി. ഏത് തോട്? കെരീത്ത് തോട്. ദൈവം കൽപ്പിച്ചാക്കിയ തോട്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം പ്രവാചകന് കൊടുത്ത ആ തോട് വറ്റിപ്പോയി പോലും. നമുക്കത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ദൈവം അത് അനുവദിച്ചത്? കുറേ നാൾ അവിടെ താമസിച്ചു, വെള്ളം കുടിച്ചു, അങ്ങനെയുള്ള തോടാണിപ്പോൾ വറ്റിപ്പോയിരിക്കുന്നത്. എന്നാൽ ഇത് വറ്റിപ്പോയി കഴിയുമ്പോൾ എന്ത് അടുത്ത് ചെയ്യണമെന്നൊന്നും നേരത്തെ മുൻകൂട്ടി ഒന്നും ദൈവം പറഞ്ഞിട്ടില്ല. ഏലിയാവ് ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കണം. ദൈവം എന്തിനാണ് ഈ തോട് വറ്റിച്ച് കളഞ്ഞത്? എന്തിനാണ് കാക്കയുടെ വരവ് നിർത്തിയത്? 2-3 പാഠങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത്, ഏലിയാവ് ഇങ്ങനെ ഈ തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ച് എന്നും കാക്കയിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചങ്ങനെ ജീവിച്ചാൽ കുറേ കഴിയുമ്പോൾ ഏലിയാവിന് ഈ സാഹചര്യങ്ങളോട് അമിതമായ ഒരു പറ്റുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അൺഡ്യൂ അറ്റാച്ച്മെൻറ്റ് ടു ഓൾ ദീസ് തിങ്സ്. അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പറഞ്ഞാൽ എലീജ വിൽ ഡിപ്പെൻഡ് ഓൺ ദ ഗിഫ്റ്റ്സ് റാദർ ദാൻ ദ ഗിവർ ഓഫ് ദ ഗിഫ്റ്റ്സ്. ദൈവിക ദാനങ്ങളിൽ ആശ്രയിക്കും, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം. കാരണം ഇപ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാരണം കൃത്യമായിട്ട് വെള്ളം അവിടെ ഉണ്ട്,
കാക്ക കൃത്യസമയത്ത് വരുന്നുണ്ട്. പിന്നെ ദൈവമേ നാളത്തേക്കുള്ള ആഹാരം തരണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കുറേ കഴിയുമ്പോൾ ഇതിലങ്ങ് ആശ്രയിക്കും. എന്നെ കേൾക്കുന്നവരിൽ പകുതി പേരെങ്കിലും സുവിശേഷന്മാരെന്ന് ഞാൻ ചിന്തിക്കും. ഞാനും കർത്താവിൻ്റെ ദാസനാണ്. പലപ്പോഴും ഇന്ന് സംഭവിക്കുന്നൊരു വലിയ അപകടം എല്ലാവർക്കും സംഭവിക്കാം, പ്രത്യേകിച്ച് സുവിശേഷന്മാർക്ക്. അവരെ സഹായിക്കാൻ പല ഫണ്ടിങ് ഏജൻസികളും ചില വ്യക്തികളും ചില അച്ചായന്മാരൊക്കെ ഉണ്ട്. സോറി ടു സേ ദാറ്റ്. പലപ്പോഴും അവരുടെയൊക്കെ സഹായം വാങ്ങിച്ച് കുറേ കഴിയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം ചില വ്യക്തികളിൽ ദൈവദാസന്മാർ ആശ്രയിച്ചു പോകാറുണ്ട്. കർത്താവിൻ്റെ ആണെന്നാണ് പേര്, പക്ഷേ അവർ മനുഷ്യരുടെ ദാസന്മാരായി തീരാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ദൈവം കരീത്തത്തോട് വറ്റിക്കുന്നത്. അങ്ങനെ പല സംഭവങ്ങൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ഓരോ സംഭവങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ ചോദിച്ചിട്ടുണ്ട്. കോവിഡ് വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇനി എങ്ങനെ ഞങ്ങളുടെ കാര്യം മുന്നോട്ട് പോകും? 91 സദ്ദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ചപ്പോൾ ഈ ചോദ്യം ചോദിച്ചവരുണ്ട്. അങ്ങനെ എന്തെല്ലാം ലോക സംഭവങ്ങൾ ഈ ഭൂമിയിൽ നടന്നു. എന്നാൽ കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവാണ് നടത്തുന്നത്, അല്ലാതെ ഈ ലോകത്തിലെ ഏതെങ്കിലും സംഘടനകളോ ഫണ്ടിങ് ഏജൻസീസോ അല്ലെങ്കിൽ ചില വ്യക്തികളോ അല്ല എന്ന് നാം മനസ്സിലാക്കണം. ഈ ഒരു സത്യം ഏലിയാവിനെ പഠിപ്പിക്കാനാണ്. ഏലിയാവിൻ്റെ ആശ്രയവും നോട്ടവും എപ്പോഴും ദൈവത്തിങ്കിലേക്ക് തന്നെ ആയിരിക്കണം. അത് ഒന്നാമത്തെ കാര്യം. മാത്രമല്ല രണ്ടാമതൊരു സത്യം, ദൈവമാണ് വാസ്തവത്തിൽ ഈ കരീത്ത് തോട്ടിലെ വെള്ളം അവിടെ പ്രൊവൈഡ് ചെയ്തത്, കൊടുത്തത്, ക്രമീകരിച്ചത്. ദൈവമാണ് ഭക്ഷണം കൊടുത്തത്. പക്ഷേ റിമെമ്പർ, ഓൾ ദ ഗിഫ്റ്റ്സ് ഈവൻ ഇഫ് ദേ ആർ ഗിവൺ ബൈ ഗോഡ് ആർ ടെമ്പററി ഇൻ നേച്ചർ. ദൈവമാണ് തരുന്നതെങ്കിൽ പോലും ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ ദാനങ്ങളും താൽക്കാലികമാണ്. 2 കൊരിന്ത്യർ 4:18 പൗലോസ് എഴുതി, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ദൈവം കൊടുത്ത ദാനമാണ്, പക്ഷേ ഇതെല്ലാം തൽക്കാലത്തേക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ ചരിത്രം പറയുമ്പോൾ എബ്രായർ 11:13 നാം വായിക്കുന്നു, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അന്യരും പരദേശികളെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിച്ചാലും നാം അന്യരും പരദേശികളുമാണ്. 1 പത്രോസ് 2:11 നാം വായിക്കുന്നു, പ്രവാസികളും പരദേശികളുമായ നിങ്ങൾ. ദൈവമക്കൾക്ക് വേദപുസ്തകം കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് പ്രവാസികളാണ്, പരദേശികളാണ്. നാം തന്നെ ഈ ഭൂമിയിൽ തൽക്കാലത്തേക്ക് ജീവിക്കുന്നവരാണ്. വി ആർ സോജനേഴ്സ്, പാസേഴ്സ് ബൈ, കടന്നു പോകുന്നവർ മാത്രമാണ്. അതുകൊണ്ട് ദൈവം തൻ്റെ ഹിതത്തിൽ തരുന്ന അനുഗ്രഹങ്ങളാണെങ്കിലും അതെല്ലാം താൽക്കാലികമാണ്. നിത്യനായ ദൈവത്തിൽ ആശ്രയിക്കണം. ഇതാണ് ദൈവം ഏലിയാവിനെ പഠിപ്പിച്ചത്, നമ്മെയും പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഇത് കഴിയുമ്പോൾ ദൈവം മറ്റൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. സാരഫാത്തിലേക്ക് വിടുകയാണ്. ദൈവം എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഏലിയാവിനെ മറ്റൊരു കാര്യം പഠിപ്പിക്കണം. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവമക്കളുടെ ആവശ്യം നിറവേറ്റുവാൻ പല മാർഗങ്ങളുണ്ട്. ഗോഡ് മേ നോട്ട് ഓൾവേസ് വർക്ക് ഇൻ എ സെറ്റ് പാറ്റേൺ. ഒരു രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു, തോട്ടിലെ വെള്ളവും കാക്ക കൊണ്ടിരുന്ന ഭക്ഷണം. അതുകൊണ്ട് എന്നും അങ്ങനെ തന്നെ ദൈവം ചെയ്യുമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് വെറൈറ്റി ഓൾസോ. അവൻ വ്യത്യസ്തതയുടെ ദൈവമാണ്. ദൈവം പല മാർഗങ്ങളിൽ കൂടെ, പല വ്യക്തികളിൽ കൂടെ, പല സംവിധാനങ്ങളിൽ കൂടെയാണ് തൻ്റെ മക്കളെ വഴി നടത്തുന്നത്, തൻ്റെ മക്കളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിറവേറ്റുന്നത്. ഇതെല്ലാം ഏലിയാവിനെ പഠിപ്പിക്കണം. 1 Timothy 6:7 പൗലോസ് എഴുതുന്നു, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. അതൊക്കെ വിശദീകരിക്കാൻ പലതുണ്ട്, ഞാൻ അത് തൽക്കാലം നിർത്തുകയാണ്. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നില്ല, എല്ലാം താൽക്കാലികമാണ്. പക്ഷേ മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. ഫിലിപ്പിയർ 4:19 പൗലോസ് എഴുതുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിന് ആനുപാതികമായി ഒത്തവണ്ണം നിറവേറ്റിത്തരുന്ന ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ പാഠങ്ങളൊക്കെ കർത്താവിൻ്റെ ദാസനെ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം ഏലിയാവിനോട് ഇങ്ങനെ ചെയ്തു. ഇതെല്ലാം രേഖയാക്കി തന്നിരിക്കുന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട്, ഇൻസ്ട്രക്ഷന് വേണ്ടി തന്നിരിക്കുകയാണ്. ഏലിയാവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പുരാതന കാലത്ത് എന്നോ ജീവിച്ചിരുന്ന ഒരു ഭക്തൻ്റെ ചരിത്രം അറിയുക എന്നുള്ളതിലുപരി ഇവിടെ ഓരോ വാക്യത്തിലും അടങ്ങിയിരിക്കുന്ന അനേകം ആത്മിക സത്യങ്ങളുണ്ട്. അത് നമുക്കുമെന്ന് ബാധകമാണ്. അതുകൊണ്ട് ആ സത്യങ്ങൾ മനസ്സിലാക്കി ഏലിയാവിൻ്റെ ദൈവം നമ്മുടെ ദൈവമായതുകൊണ്ട് ഏലിയാവിൻ്റെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ ഹിതപ്രകാരം
ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിക്കുവാനും ഇന്നലെയും കഴിഞ്ഞ ഞായറാഴ്ചയും ഇന്നും കേട്ട ഈ ചെറിയ ആലോചനകളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ച് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആലോചനകളാണ് നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നത്. ആ ആലോചനകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഏലിയാവിൻ്റെ ജീവിതത്തിൽ നിന്ന് അനേക പാഠങ്ങൾ എന്നും നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിലാണ് നമ്മുടെ സുരക്ഷിതത്വം. സ്വാഭാവിക മാർഗങ്ങൾ ഉപയോഗിച്ച് ദൈവം നമ്മെ പരിപാലിക്കുന്നു. ചില സമയങ്ങളിൽ സുഖസൗകര്യങ്ങളുടെ മേഖലകളിൽ നിന്ന് ദൈവം ഒരുപക്ഷെ നമ്മെ പുറത്താക്കാൻ സാധ്യതയുണ്ട്. നമ്മെ വിനയവും സംതൃപ്തിയും ഒക്കെ പഠിപ്പിക്കുവാനായിട്ട് ദൈവം ചില കാര്യങ്ങളെ ഉപയോഗിക്കും. ദൈവത്തിൻ്റെ കേന്ദ്രത്തിലാണ് ദൈവിക പരിപാലനം എന്നും ഇന്ന് കേൾക്കുവാനായിട്ട് സാധിച്ചു. ഏലിയാവ് ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് ദൈവം ഏലിയാവിനെ മാനിച്ചു. മാത്രമല്ല, ദൈവിക ദാനത്തിൽ നാം അധികമായിട്ട് ആശ്രയിക്കരുത്. അതിലുപരിയായിട്ട് ആ ദാനങ്ങൾ തന്ന ദൈവത്തെ നാം ആശ്രയിക്കണം എന്നിങ്ങനെ അനവധി പാഠങ്ങൾ ഇന്ന് ഏലിയാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇപ്രകാരം ഈ ഏലിയാവിൻ്റെ ജീവിതം മാതൃകയാക്കിക്കൊണ്ട് വരും ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് അധികമായിട്ട് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അനുഗ്രഹീതമായ ആലോചനകൾ ഇന്നും കടന്നുവന്ന് നമ്മെ കേൾപ്പിച്ച പ്രിയ കർത്താസൻ വർഗീസിനോടുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹോദരൻ നിതിൻ വട്ടപ്പാറയിൽ കർത്താവിൻ്റെ പേരിലായിരിക്കുന്ന നിതിൻ സഹോദരനുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. മറ്റ് ശുശ്രൂഷകൾ ഒക്കെ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദിയും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകാലം നിങ്ങളെല്ലാവരും വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്ന് ഞങ്ങളോട് സഹകരിച്ചു. നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയുമാണ് ഈ മിനിസ്ട്രിയുടെ പിൻബലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തുടർന്നും നിങ്ങൾ ഈ TBF മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമേ എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. TBFൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതും വിവിധ സമയങ്ങളിൽ നടക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥന ഓർക്കുക. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനായിട്ട് തിരുമലയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയ സജി അങ്കിൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും അങ്ങയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. ഏലിയാവിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. മരണമില്ലാത്ത ദൈവം, അത്യുന്നതനായ ദൈവം, സ്നേഹവാനായ ദൈവം, കരുതുന്ന ദൈവം, ഏലിയാവിൻ്റെ ദൈവം നിത്യശക്തനായി ഈ ദിവസവും ഞങ്ങൾക്കായി ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഈ വൈകിയ സമയത്ത് ഞങ്ങൾക്കൊന്നിച്ച് അവിടുത്തെ വചനത്തിൽ നിന്നും അനുഗ്രഹീതമായ ചിന്തകൾ കേൾപ്പാൻ, സന്തോഷിപ്പാൻ, ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ പകരുവാൻ കൃപ തന്നതുകൊണ്ട് സ്തോത്രം. നിൻ്റെ ദാസനും കൊടുത്ത എല്ലാ ദൈവകൃപയ്ക്കായിട്ടും സ്തോത്രം. കേട്ട വചനത്തോട് വിശ്വസ്തത പാലിപ്പാൻ ഞങ്ങളുടെ വ്യക്തിപരമായ കുടുംബ സഭാജീവിതങ്ങളിൽ ഏലിയാവിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ജീവിതാനുഭവങ്ങളോട് മുൻപോട്ട് പോകാൻ തക്കവണ്ണം സഹായിക്കണമേ. ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോഴും കൃപ നൽകണമേ. എല്ലാറ്റിലും മഹത്വം അവിടുന്ന് എടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. വേഗം വരുന്ന യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും സഹവാസവും നമ്മോടെപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.